അന്നത്തെ കാലത്ത് അത്രയും വിഷമുള്ള കാലത്താണ്. അപ്പൊ അതുവരെ മലർന്നു കിടന്നിരുന്ന കുട്ടി ജീവിതത്തിൽ ആദ്യമായി കമിഴ്ന്നു കിടന്നു എന്ന് പറഞ്ഞാൽ ചേഞ്ച് യുവർ ബോഡി, ശരീരത്തെ ചലിപ്പിക്കുക, അനക്കുക. ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ആളുകൾ നോക്കി എന്തുമാത്രം ചലിച്ചിട്ടുണ്ട്, എത്രമാത്രം വർക്ക് ചെയ്തിട്ടുണ്ട്. ചലനം എന്ന് പറയുന്നത് സംഘാടകന്റെ ഒന്നാമത്തെ ക്വാളിറ്റി. രണ്ട് എന്താണ്, അങ്ങനെ തലവെച്ച് കിടന്നയാൾ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി പടച്ചവൻ ജന്മസിദ്ധമായി കൊടുത്തൊരു മികവ് എന്ന് പറയുന്നത് തല ഉയർത്തിപ്പിടിക്കാനുള്ള ശക്തി. ഒരു പരിശീലനത്തിനും പോയിട്ടില്ലല്ലോ, ഒരു SKSFന്റെ നേതാവ് കുഞ്ഞിന് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ, ഒരു സമസ്തയോ ആഹ്വാനം ചെയ്തിട്ടില്ലല്ലോ, നീ തല ഉയർത്തിപ്പിടിക്കണം എന്നാണ്. ജന്മസിദ്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനുള്ള പ്രകൃതത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ശക്തിയാണ്. ഇത് രണ്ടും സംഘാടകന് വേണം. 90ാമത്തെ ദിവസം നിങ്ങളൊക്കെ സംഘാടകരാ, നമ്മളൊക്കെ സംഘാടകരാ. മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശരീരത്തെ ചലിപ്പിച്ചു, തല ഉയർത്തിപ്പിടിച്ചു. എന്താ അതിന്റെ അർത്ഥം? വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. തല ഉയർത്തിപ്പിടിക്കാൻ അർത്ഥം ഞാനിവിടെ ഉണ്ടേ. നേതാവ് നടന്നു പോകുന്നത് കണ്ടാൽ അറിയും അയാൾ നേതാവാണ്. നേതാവ് ഇടപെടുന്നത് കണ്ടാൽ അറിയും അയാൾ ഇടപെടാൻ പറ്റുന്ന ആളാണ്. സംസാരിക്കുമ്പോൾ കണ്ടാൽ അറിയാൻ അയാൾ സംസാരിക്കാൻ പറ്റുന്ന ആളാണ്. സൂട്ടിയൊക്കെ എന്തിനും പുറത്തേക്ക് നിങ്ങളുടെ അകത്ത് കയറി. അപ്പം കണ്ടോ, അത് ജന്മന നിങ്ങളുടെ ഉള്ളിൽ വൈവിധ്യങ്ങളിലായി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, ഇങ്ങനെ സംഘമായി നിന്ന് മുന്നോട്ട് പോകുമ്പം എനിക്കും ഗുണം കിട്ടുന്നുണ്ട്, സമൂഹത്തിനും ഗുണം കിട്ടുന്നുണ്ട്. ഞാൻ എന്ന് പറയുന്ന ഒരാൾ മാറുന്നു, കുട്ടികൾ വലിയൊരു ഗുണത. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംഘടനയിൽ പ്രവർത്തിച്ച് വലുതായ കുട്ടികളും സംഘടനയിൽ പ്രവർത്തിക്കാതെ വലുതായ കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം അതാണ് മജീദ് നേരത്തെ. ഇമോഷണൽ വ്യത്യാസമുണ്ട്, പ്രകൃതത്തിൽ വ്യത്യാസമുണ്ട്, ജോലി നേടുന്നതിൽ വ്യത്യാസം. ഗൾഫ് നാടുകളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒന്നാം തരം പ്രൊഫഷണലിലൊക്കെ ഇരിക്കുന്ന ആളുകൾ എന്തെങ്കിലും നാട്ടിൽ ഓർഗനൈസേഷനൊക്കെ ആയി ബന്ധപ്പെട്ട് പുറത്തു പോയാണ്. കാരണം അവർക്ക് അതിലൂടെ ആത്മവിശ്വാസം കൂടും, ഇടപെടാനുള്ള ശക്തി കിട്ടും. നമ്മുടെ നാട്ടും പുറത്ത് നിങ്ങൾ നോക്കിയാൽ 2 മരങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് പ്ലാവും, മറ്റൊന്ന് കവുങ്ങും. ഏതിനാ മാർക്കറ്റ് കൂടുതൽ? ഏതിനാ ഒന്നൊക്കെ മാർക്കറ്റ് കൂടുതൽ? പ്ലാവിനാണോ കവുങ്ങിനാണോ? പ്ലാവിന് വില കൂടുതലാണ്. സ്ക്വയർ ഫീറ്റിന് കോലിനാണ് അതിന്റെ വില. കവുങ്ങ് ആർക്ക് വേണം? കവുങ്ങിന്റെ ഒരു പ്രത്യേകത എന്താ? കവുങ്ങ് കുത്തനെ വളരാൻ പഠിച്ചിട്ടുള്ളൂ. പ്ലാവ് കുത്തനെയും വളരും, ചുറ്റും വളരും. അതാണ് സംഘാടകൻ എന്ന് പറയുന്നത്. കവുങ്ങ് കുത്തനെയാ വളരെ, അവനവന്റെ കാര്യം മാത്രം നോക്കിയിട്ട് മേലോട്ട് വളരുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് സംഘടനാ പ്രവർത്തനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പ്ലാവിന്റെ സവിശേഷത അത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ, മേലോട്ടും വളരും ചുറ്റും വളരും. സംഘാടകൻ അതാണ് ചെയ്യുന്നത്. സംഘാടകൻ അവനെയും നോക്കുന്നുണ്ട്, ആ കൂട്ടത്തില് എല്ലാവരെയും നോക്കുന്നുണ്ട്. ചില ആൾക്കാരുണ്ട് അവനെ മാത്രം നോക്കും, ചുറ്റുള്ളവരെ മറക്കും. ചില ആൾക്കാരുണ്ട് ചുറ്റുള്ളവരെ മാത്രം മറക്കും, അവനവന്റെ കാര്യം നോക്കും. ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാരാ ആണ് കല്യാണം കഴിഞ്ഞ് ഭാര്യയെ നോക്കൂല, കുട്ടിയെ നോക്കൂല, വീട്ടിലും പോല, സംഘടനാ വർക്ക്, പോസ്റ്റർ ഒട്ടിക്ക്, അങ്ങനെയൊന്നും പറ്റില്ല. അവനവന്റെ വീട്ടിൽ പോണോ, അവനവന്റെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം വായിച്ചു അടുത്ത കാലത്ത് ഒരു പുസ്തകത്തിലെ, അവനവനെ നയിക്കാൻ പറ്റാത്ത ഒരാൾക്ക് അങ്ങനെ ഒരു സമൂഹത്തിനെ നയിക്കാൻ പറ്റും. എനിക്ക് വലിയ ഇഷ്ടം തോന്നി, ഞാൻ അടിയിൽ വാരിയിട്ടത്. അവനവനെ ലീഡ് ചെയ്യുന്ന ഇഷ്ടമുള്ള ഒരു പുസ്തകം. Those who can lead himself can't lead a community. സ്വന്തത്തെ നയിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരു കമ്മ്യൂണിറ്റിനെ നയിക്കാൻ പറ്റില്ല. അവനവന്റെ വീട്, അവനവന്റെ കാര്യം, അവനവൻ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുക, സമയത്തിന് കിടന്നുറങ്ങുക, അവനവന്റെ ഫിനാൻസ് കൈകാര്യം ചെയ്യുക, അവനവനോട് നോ പറയുക, അവനവനെ നിയന്ത്രിക്കുക. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത വലിയ സമൂഹത്തിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ സംഘടനയിലൂടെ പഠിക്കും. സംഘടനാ നേതാവായാൽ ബസിന്റെ മുമ്പിലോട്ട് നിന്ന് കയറാതിരിക്കാൻ ശ്രദ്ധിക്കും പിള്ളേര്. SKSFന്റെ സെക്രട്ടറി അല്ലേ, ബസിന്റെ മുമ്പിലോട്ട് കയറാൻ പറ്റില്ല. പറഞ്ഞു മനസ്സിലായോ എന്താ കാര്യം? ബസിന്റെ മുമ്പിലോട്ട് കയറുന്നത് അത്ര നല്ലതല്ല എന്നുള്ളൊരു കൾച്ചർ കേരളത്തിലുണ്ട്, തിരക്കിട്ട ബസ്സിൽ പ്രത്യേകിച്ചു. ഒരു പിള്ളേർ വളരെ ശ്രദ്ധിക്കും. 2 കൊല്ലം വരെ ക്ഷമയോടെ 2 കൊല്ലം SKSF അത് വരെയെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? നമ്മളെ സ്വയം മാറ്റുന്നുണ്ട്. സംഘടനയിലൂടെ കിട്ടുന്ന വലിയൊരു കാര്യം എന്നെ മാറ്റുകയും എന്റെ ചുറ്റും മാറ്റുകയും ചെയ്യാന്ന് പറയുന്ന സവിശേഷമായ പ്രത്യേകത സംഘടനാ പ്രവർത്തനത്തിനുണ്ട്. കർമ്മം ചെയ്യുന്ന ആളുകളുടെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചു. പിന്നെ 3 കാര്യങ്ങൾ പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ ചോദിച്ചാൽ നിഷേധിക്കരുത്. അതിലൊന്ന് വെള്ളം, 2 അഗ്നി, 3-മത്തതോ ഉപ്പ്. ഇപ്പൊ വെള്ളം നമുക്ക് മനസ്സിലാകും, പ്രത്യേകിച്ച് ഇപ്പൊ മനസ്സിലാകും. വെള്ളം ചോദിച്ചാൽ കൊടുക്കണം. 2 അഗ്നി, അത്
ജീവന്റെ തുടിപ്പാണ്, വേരാണ്. മൂന്നാമത്തത് ഉപ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. ഉപ്പിന്റെ ഒരു സവിശേഷത എന്താണ്? ഉപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഉപ്പ് കടല് വാറ്റി ഉണ്ടാക്കുന്ന അതിന്റെ ആത്യന്തികമായ റിസൾട്ടാണ്. ഒരുപാട് വെള്ളത്തിൽ നിന്ന് വാറ്റിയിട്ടാണല്ലോ ഉപ്പ് കിട്ടുന്നത്. ഉപ്പ് സംഘാടകനുമായി ബന്ധമുണ്ട്. ഉപ്പ് ഒരു നേതാവുമായി ബന്ധമുണ്ട്. ഉപ്പ് ഒരിക്കലും ഉപ്പിന്റെ രുചി അറിഞ്ഞിട്ടില്ല, ഉണ്ടോ? ഇല്ല. ഉപ്പിന്റെ ഒരു അവസ്ഥ എന്താ? വേറൊരാൾക്ക് രുചി കൊടുത്തോണ്ടേയിരിക്കുക, വീണ്ടും വീണ്ടും കൊടുത്തോണ്ടേയിരിക്കുക. നമ്മളെല്ലാം ഭക്ഷണത്തിൽ ഉപ്പ് പറഞ്ഞാൽ വാരിയിട്ട് പിന്നെയും ഇളക്കുക. ഉപ്പ് അങ്ങനെ ഇളക്കപ്പെട്ട് സ്വയം ഇല്ലാതെയാകുന്ന ഒരു വിശേഷമാണ്. ആ ഉപ്പുണ്ടാകുന്നത് അതിതീക്ഷ്ണമായ ഒരു പ്രക്രിയയുടെ അതൊരു സംഘാടകൻ ഉണ്ടാകുന്നതും അങ്ങനെ. വളരെ പക്വതയുള്ള സംഘാടകൻ ഉണ്ടാകുന്നത് അതിതീക്ഷ്ണമായ പരീക്ഷണങ്ങളും അതിതീക്ഷ്ണമായ കഠിനാധ്വാനവും ഇതിന്റെ റിസൾട്ട്. ഇപ്പൊ തൃശ്ശൂരില് നമ്മുടെ ഒരു സമ്മേളനം ഇപ്പം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അവസാനിച്ചു. ദേശമംഗലത്ത് നിങ്ങളെ പോയെന്നറിയില്ല. മഹല് SMFന്റെ ശാക്തീകരണ സമ്മേളനത്തിൽ ഞാൻ അവിടെ രാത്രി സെഷൻ ഉണ്ടാകാൻ പിറ്റേന്ന് ഞാൻ പുറത്തേക്ക് പോയി. അവിടെ ഞാൻ ബഷീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ആ സമ്മേളനം മുഴുവനും സ്റ്റേജിൽ പലതരം ആളുകളെയും കണ്ട് മിന്നി മറിഞ്ഞപ്പോ A to Z ഒരു വണ്ടി എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിച്ചു പോകണം, എവിടെ ഭക്ഷണം, എവിടെ അക്കോമഡേഷൻ, മുഴുവൻ ഒരു തലച്ചോറിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു PR, ഒരു കോളേജിന്റെ PR, ഒരു ബഷീർ. ഞാനിങ്ങനെ ബഷീറിന്റെ കൈ പിടിച്ച് ബഷീറിനെ നോക്കി. കാരണം ഒന്നാം തരം സംഘാടകന്റെ, പക്ഷെ കർട്ടന്റെ പിറകിലാണ്. അപ്പൊ കർട്ടന്റെ പിറകിൽ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന കുറെ അതിനുവേണ്ടി മാത്രമുള്ള കർമ്മം എന്ന രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകൾ എവിടെയൊക്കെയോ ജനിച്ചു വീണിട്ടുണ്ട്. തൈരിയിലും ജനിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് വേദി വേണ്ടേ? അവരെങ്ങോട്ടാ പോവാ? അവർക്ക് എവിടെയെങ്കിലും ഒരു അവസരം കിട്ടണം. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. അവർ ചാർജ്ഡ് പാർട്ടികളാണ്. അവർക്ക് അംഗീകാരം കിട്ടണം, അവർ പ്രവർത്തിക്കണം, അവർക്ക് റോൾ ഉണ്ടാകണം. നമ്മൾ സാധാരണ പറയും സംഘടനാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ 3 Pകളിൽ ഒതുക്കാം. ഒന്നാമത്തെ P എന്ന് പറയുന്നത് പണി. എന്തെങ്കിലും പണി കിട്ടണം, അല്ലെ? ഇതിനൊക്കെ അറിയാം. എന്തിനാ ഞാൻ ഈ സംഘടനയെ കൂടുന്ന? എനിക്കൊരു റോളുമില്ല. വെറുതെ മീറ്റിംഗ് പോയി അതും പറഞ്ഞിട്ട് കാണാവുന്നതായിട്ട് തിരിച്ചു ഒരു പണി എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ എന്റെ പണി, എനിക്ക് എന്തെങ്കിലും പണി കിട്ടണം. പണി കിട്ടിയാൽ ഈ നോട്ടീസ് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഈ നോട്ടീസിലുള്ള ആൾക്കാരിലൂടെ വന്നില്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവുമായിരുന്നു. എല്ലാവരും എത്തിയിട്ടില്ല. ഇതിലെല്ലാം ആളുകളെ ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ അർത്ഥം എന്നറിയുമോ? അവനവന്റെ പേരെവിടെയെങ്കിലും പ്രിന്റ് ചെയ്തിട്ട് കാണുന്നതല്ലോ മനുഷ്യർക്കും ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടം, അങ്ങൾക്കും ഇഷ്ടമാണ്. കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ചില ആൾക്ക് രാവിലെ പത്രം എടുത്തിട്ട് നോക്കി ജില്ലാ പേജിൽ വലിയ വലിയ നേതാക്കന്മാർ അവനവന്റെ പേരുണ്ടോ നോക്കും. ആകെ ഇല്ലെങ്കിൽ പിന്നെ പത്രാടി ഇട്ടിട്ട് മൂപ്പര് നാസ്തിയും കിടക്കുമെന്ന് പറയാം. എത്ര വീട്ടില് അവനവൻ എന്ന് പറയുന്നൊരു സാധനം ഇല്ലാണ്ട് പിന്നെ നമ്മളുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഒരു സംഘടന നിലനിൽക്കുന്നത്? അതൊരു ചെയിനാണ്, ഒരു കണ്ണിയാണ്. ഒരു നേതാവ് ഉണ്ടാവും, ഒരു കർമ്മം ഉണ്ടാവും. ഞാൻ നേരത്തെ താണ ബസ് സ്റ്റോപ്പിന് അപ്പുറം കിടക്കുന്ന പോലത്തെ കൃത്യമായ ലക്ഷ്യമുണ്ടാവും. എല്ലാവർക്കും ഒരേ ലക്ഷ്യമാണ്. താണ ബസ് സ്റ്റോപ്പ് ഒന്ന് പകുതിക്ക് എത്തിയും മറ്റേ എഫുകാരൻ തിരിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങോട്ടാ പോകുന്നത് പറഞ്ഞാൽ അവിടെ കൺഫ്യൂഷൻ ഇടിക്കും, പ്രശ്നങ്ങൾ നടക്കും. ലക്ഷ്യം കറക്റ്റായിട്ട് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഓരോ നിമിഷവും പതിഞ്ഞു നിൽക്കണം. എവിടെയായാലും കൊണ്ടെത്തിക്കേണ്ടത്. അല്ലെങ്കിൽ അനാർക്കി ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ സംഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ലക്ഷ്യത്തോടു കൂടി ഒരു നേതാവിന്റെ കീഴിൽ ഒരു പറ്റം ആളുകൾ ഒരേ വേളയിൽ ഒരുമിച്ച് നിർദ്ദിഷ്ടമായ കർമ്മങ്ങൾ നിർദ്ദിഷ്ട സമയത്തുള്ളിൽ നിർവഹിച്ചെടുക്കുന്ന ഒരു സിസ്റ്റമാണ്. എപ്പെങ്കിലും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നിർദ്ദിഷ്ട സമയത്തിൽ ചെയ്യണം. ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ടാകണം. ഒരു ലീഡർ ഉണ്ടാകണം. ഇന്ന് ലീഡർ ആയാൽ നാളെ ലീഡർ ആയിക്കൊള്ളുന്നില്ല. നേതാവ് എന്തിനാ? അരാജകത്വം ഒഴിവാക്കാനാണ് നേതാവ്. കർമ്മം മുഴുവനും തലയിൽ ഏറ്റെടുത്ത് നടക്കാനല്ല, അരാജകത്വം ഒഴിവാക്കാനാണ് നേതാവ്. നിങ്ങളൊരു യാത്ര പുറപ്പെടുന്നു, നമ്മളൊരാൾ അമീറാക്കുന്നു. എന്തിനാ കാര്യം? അയാളുടെ അവസാന വാക്ക് നമ്മൾ അനുസരിക്കണം. ആ സമയത്ത് നമ്മൾ തർക്കത്തിലേക്ക് പോകില്ല. എന്താ ഓറ് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കുക. അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിനാണ് കമ്മിറ്റി. അങ്ങനെ ഒരാളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം, അത് ഇസ്ലാമികമാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ നേതൃത്വമാണ്. അത് ലോക ചരിത്രത്തിൽ വായിക്കുമ്പം ഉമർ റളിയല്ലാഹുവിന്റെ ലീഡർഷിപ്പ് അപാരമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ വലാ ജമാഅത ഇല്ലാ ബിൽ
ഇമാറ വല ഇമാറത്ത് ഇല്ലാ ബിൽ ഇത്ആ. ലോകത്ത് ഇസ്ലാം നിലനിൽക്കൂല ഇല്ലാ ബിൽ ജമാ, ഒരു സംഘത്തിലൂടെ അല്ലാതെ. ഇസ്ലാമിന്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് സംഘമായിട്ടാണ്. അങ്ങനെയുള്ള ഒരു സംഘം നിലനിൽക്കണമെങ്കിൽ വല ജമാഅത്ത, ഒരു സംഘത്തിനും സ്ഥാനമില്ല ഇല്ലാ ബിൽ ഇമാറ, അതിന് ലക്ഷണമൊത്ത നേതാക്കൾ ഉണ്ടായി. ഞാൻ പറഞ്ഞതാണ്, നേതാക്കൾ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നേരെ വന്ന് കയറി 2-3 സ്ഥലങ്ങളുണ്ട് ഈ സംഘടനാ പ്രവർത്തകർ എപ്പോഴും ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ. കല്യാണ വീട്, മരിച്ച വീടും ഒക്കെ. അവിടെ നിങ്ങൾ നേതാക്കൾ, പ്രവർത്തകർ നിങ്ങളെ കാണണം ദൂരേന്ന്. നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതിനേക്കാളും വലിയ മെസ്സേജാണ് സമൂഹത്തിൽ സംഘടന കൊടുക്കുന്ന ഇൻഡയറക്റ്റ് മെസ്സേജ്. പരോക്ഷമായ മെസ്സേജ് ഉണ്ട് ധാരാളം. ഈ പ്രോഗ്രാമിന് വേണ്ടി എനിക്കറിയില്ല, സാധാരണ 3 രീതിയിലാണ് പ്രോഗ്രാം നടക്കുക. ഒന്ന്, പരിപാടിയുടെ മുമ്പുള്ള പരിപാടികൾ. അത് എത്രത്തോളം വിപുലമായി നടന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എല്ലാവരോടും 10 റുപ്യൊക്കെ ചോദിക്കണം, എന്നിട്ട് കലമ്പെല്ലാം കിട്ടണം. എന്തിനാ പൈസ, ഈ അണ്ടിക്കാലം, അണ്ടിയെല്ലാം മോശം, അണ്ടി മോശം. ഇപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ച് 2 കലമ്പൊക്കെ കിട്ടുമ്പോൾ അവൻ്റെ ഉള്ളിലെ സംഘടന സ്ട്രോങ്. അപ്പൊ ആരെങ്കിലും ഫുൾ സ്പോൺസർ ചെയ്യും, അതിന് നിൽക്കരുത്. ഇങ്ങനത്തെ പരിപാടികൾ 10 റുപ്യ 20 റുപ്യൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആളെടുത്ത് ഇങ്ങനെ വാങ്ങണം. പൈസ ഇവിടുന്ന് കിട്ടിയാലും വാങ്ങണം. എന്തിനാ? അതിന് വർക്ക് ചെയ്ത ആളുകൾക്ക് അതിനോടുള്ള ഉൾക്കാഴ്ച കൂടും. അതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞത്, മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികൾ പലപ്പോഴും SUC എന്നൊരു സംഘടന ഉണ്ട്, നിങ്ങൾ കണ്ടിരുന്നു? അത് എന്നാകെ ഒരാണോ ഒരു പെണ്ണുണ്ടാവും ഒരു ജില്ലയിൽ. ചിലപ്പോൾ ബസ് സ്റ്റാൻഡ് എടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കടലാസ് കോട്ടി പിടിച്ചിട്ട്. ഞാൻ തലപ്പറമ്പിൽ പണ്ടൊരു പരിപാടി എടുത്തപ്പോൾ ഇതിന്റെ തീരുമാനം എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. ഞാൻ തലപ്പുറം പഠിക്കുന്ന സമയം കടലാസ് കോട്ടി പിടിച്ചിട്ടൊക്കെ നിൽക്കും പിള്ളേര് പൈസക്ക്. 10 റുപ്യ 5 റുപ്യ ആൾക്കാർ. അതിനെ കൊണ്ടൊന്നും സംഘടന വളരൂല. പക്ഷെ 2 കാര്യം ഇൻഡയറക്റ്റ് മെസ്സേജ് കൊടുക്കും. കൊള്ളാല കുട്ടികൾ, എന്താ വർത്താനം, എന്താ നിപ്പ്. നിങ്ങൾ പോസ്റ്റ് ഒട്ടിക്കുമ്പോൾ രാത്രി ഒട്ടിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് ആരെയാ അങ്ങനെയല്ല, അങ്ങനെ രാത്രി ഒട്ടിക്കാൻ പാടില്ല. നിങ്ങൾ പകല് ഒരാൾ ഏണിയും, ഒരാൾ ബക്കറ്റും, 2 ആൾ പോസ്റ്ററായിട്ട് 4 ആള് എടവച്ചാൽ മുതൽ തരിയേരി കനാൽപ്പാലം വരെ ഇങ്ങനെ നടക്കുന്നു. എന്തൊരു ഉഷാറാ കുട്ടിയൊക്കെ, ഭയങ്കരമാരാണല്ലോ. ആ ആത്മവിശ്വാസം ഇൻഡയറക്റ്റ് മെസ്സേജാണ്. 100 തവണ മൈക്ക് കെട്ടി പറഞ്ഞാലും അത് കിട്ടൂല, അതെല്ലാവർക്കും ആവൂല. അതിന് ജന്മനാ ഒരു സാധനം ഉള്ളിൽ എന്തെല്ലാം ഉണ്ടത്, അതങ്ങ് വരും. അങ്ങനത്തെ കുറെ ആൾക്കാർ തെരിയലുണ്ട്. അവരിങ്ങനെ പത്തിന്റെ പോലെ അടിയിടക്ക് ഇരുന്നിട്ട് നമുക്കൊരു പണിയില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പം സംഘടന വീക്കാവുന്നു. നിങ്ങൾ വർക്ക് ചെയ്യാത്തതുകൊണ്ടല്ല, അവർക്ക് റോള് കൊടുക്കൂ, എന്തെങ്കിലും കൊടുക്കൂ. അവരെ എനർജി ഇങ്ങനെ ആയിട്ട് നിൽക്കുക. ഒരു 10-23 വയസ്സ് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ മാറി. 35 കഴിഞ്ഞാൽ പിന്നെയും മാറി. ഇപ്പൊ നമ്മൾ ഞാൻ നിൽക്കുന്നത്, ഞാനും സിദ്ദീഖ് ദാരിമിയും സയ്യിദ് ദാരിമിയും ഒക്കെ നിൽക്കുന്ന 35ന്റെ 60ന്റെ അടുക്കാം. നമ്മൾ കുറെ കൂടി പാകപ്പെട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ജനറേറ്റിവിറ്റിയാണ് അതിൽ കൂടുതൽ ഉണ്ടാകുക എന്നുള്ള. 60 കഴിഞ്ഞാൽ പിന്നെ പുറകോട്ടാ ഗ്രാഫ് പോകേണ്ടത്. അപ്പൊ ഈ 60ന്റെ ഉള്ളില് നമുക്ക് ധാരാളം കാര്യം ചെയ്യാം. അതുകൊണ്ടാണ് നമ്മുടെ നേതാക്കൾ SYSന്റെ ഒക്കെ 60 വയസ്സായാലും നമ്മൾ SYS തന്നെ. നിങ്ങൾ ബേജാറൊന്നും ആകണ്ട, ആര് ചോദിച്ചാലും. അങ്ങനെ മനഃശാസ്ത്രപരമാണത്. 60 വയസ്സ് വരെ ജനറേറ്റിവിറ്റിയിൽ നിൽക്കുന്ന ആളുകൾ. അത് കഴിഞ്ഞിട്ട് സ്റ്റാഗ്നേഷൻ പോവുള്ളൂ. പഠിക്കാണ്ട് വെറുതെ പറഞ്ഞിട്ട് എന്താ വരും. അപ്പൊ നമ്മള് പണിയാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും വർക്ക് നമ്മളെ കുട്ടിയൊക്കെ കിട്ടും. നിങ്ങൾ ഈ സംഘടനാ ചർച്ചയിൽ ആലോചിക്കേണ്ടത്, എല്ലാ ആളുകളെയും മനസ്സിലാക്കുന്ന നിലക്കുള്ള വർക്ക് ഉണ്ടാകണം. ആദ്യം ഇരിക്കുന്നവർക്ക് വർക്ക് വേണം, അവർക്ക് വർക്ക് വേണം, ഇവർക്ക് വേണം. ക്രിക്കറ്റ് കളിക്കാൻ നിൽക്കുന്ന ആൾക്ക് വർക്ക് വേണം, വർത്താനം പറയാൻ അറിയുന്ന ആൾക്ക് വർക്ക് വേണം, മിണ്ടാണ്ടിരിക്കുന്നവർക്കും വേണം വർക്ക്. കർമ്മം കൊടുക്കണം. ഒന്നാമത്തത് പി കൊടുത്തു കഴിഞ്ഞാൽ 3 P ഞാൻ പറഞ്ഞത്. 2ാമത്തെ P എന്ന് പറയുന്നത് പ്രശംസ. എന്തെങ്കിലും നല്ലത് ചെയ്താൽ അൽഹംദുലില്ലാഹ്. ഇപ്പൊ ഹഫീദൊക്കെ എത്ര സന്തോഷിക്കുന്നുണ്ടാവും. ഒരുപാട് കാലം ഇങ്ങനെ ഓടി നടന്ന് ഇയാളുടെ ചോക്കി അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച്. ഒരു സദസ്സുകൂടെ വന്നല്ലോ. ഇതെല്ലാം തരിയേരിൽ നമ്മളുടെ റിസോഴ്സ് അല്ലേ. ഇതുപോലത്തെ ഒരു 2-3 ഗ്രൂപ്പ് നമുക്കിനി വരാനില്ലേ. 2ന്റെ ഇടക്ക് നിൽക്കുന്ന വലിയൊരു ശതമാനമില്ലേ. അതിനെയും കുറച്ചുകൂടി കൂട്ടിയാലും കൂടി ആകുമ്പോൾ ഒരു വലിയ സംഭവമല്ലേ. ഒക്കെ നമ്മളെ സ്വന്തമല്ലേ. അത് പ്രശംസ. നന്നായി എന്ന് പറയാം, അൽഹംദുലില്ലാഹ് ചെയ്തു എന്ന് പറയാം. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അത് നരമ്പില്ലേ, ഈ നമ്മുടെ എന്താ ഈ കോഡിന് പറയാടോ, സ്പൈനൽ കോഡില്ലേ, ഈ സാധനത്തിലെ എനർജി വൈബ്രേഷന് പ്രശംസ സഹായിക്കുന്നുള്ള പുതിയ കണ്ടെത്തലാണ് എൻ്റെ അകത്ത്. തലച്ചോറിൽ പുതിയ സന്തോഷം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല സന്തോഷം, പ്രശംസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമ്മൾ നിൽക്കും. കുഞ്ഞുങ്ങളെ പ്രശംസ കിട്ടിയാൽ നന്നായി നിൽക്കുന്നില്ല, തലച്ചോറിൽ എനർജി കൊടുക്കാൻ. അപ്പൊ സംഘടനയിൽ എപ്പോഴും നിങ്ങൾ പണി കൊടുത്താൽ 2ാമത്തെ P കൊടുക്കണം. നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മീറ്റിംഗ് കൂടിയാൽ ആദ്യത്തെ 10 മിനിറ്റ് സംഘടനാ ചർച്ചയിലേക്കോ അജണ്ടയിലേക്കോ പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ കാലം ചെയ്ത പ്രവർത്തനങ്ങളെ എടുത്ത് പറയാം. നന്നായിട്ടുണ്ട്. 3ാമത്തെ P നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് പാര.
എന്തെങ്കിലും ഏറ്റെടുക്കാൻ ഉണ്ടോ അറിയാൻ പറ്റൂല, അറിയാം അയാൾ പറ്റില്ല എന്ന് പറയാം, അങ്ങനെ ചെയ്യുന്നത് അതൊന്നും പറ്റില്ല. നേരെ പറയാ, നേരെ കൈകാര്യം ചെയ്യാ, നേരെ മുന്നോട്ട് പോവുക. അപ്പോ പ്രശ്നങ്ങൾ ഭയക്കാൻ പാടില്ല. സംഘാടന എന്ന് പറയുന്നത് തർക്കിക്കാനുള്ളതാണ്. എന്റെ അഭിപ്രായവും ഖാദർ ഉസ്താദിന്റെ അഭിപ്രായവും ഒരുപോലെ ആകുന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നമ്മുടെ ചിന്തയെ എവിടെയോ എന്തു ചെയ്യുന്നു, എവിടെയോ അടിയറ വെക്കുന്നു എന്നുള്ള. എന്റെ ചിന്ത ഷെയർ ചെയ്യാൻ എന്റെ സംഘടന പറ്റില്ല, ഞാൻ നിൽക്കാൻ പാടില്ല. സോ നമുക്ക് അഭിപ്രായം പറയണം, തർക്കിക്കണം. തർക്കിച്ചിട്ട് ഏറ്റവും മികച്ച തീരുമാനമാണ് സംഘടന. അത് എന്റെ ശരിയായിക്കൊള്ളുന്നില്ല. അതിനാണ് തീരുമാനം എന്ന് പറയുന്നൊരു വാക്കിന് സംഘടനാ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തീരുമാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ബദലാണ്, ഏറ്റവും മികച്ച ബദലാണ്. എന്നാൽ എന്റെ തൊട്ട് താഴെ നിൽക്കുന്നുണ്ടാവും ചിലപ്പോ അബ്ദുല്ലാജി ഖാന്റെ, ഉറങ്ങുന്നുണ്ടെങ്കിലോ പേര് ഞാൻ പറഞ്ഞത്, അബ്ദുല്ലാജി ഖാന്റെ അഭിപ്രായം ഏറ്റവും തൊട്ട് താഴെ നിൽക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് മുപ്പര് അഭിപ്രായം മോശം അതിന് അർത്ഥമില്ല. ഏറ്റവും മികച്ച ബദലാണ്. അതിന് തൊട്ട് താഴെ വേറെ ആൾ നിൽക്കുന്നുണ്ട്. അത് ഞാൻ പറയാം, ഞാൻ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ട് ആരും കേട്ടില്ല, ഞാനില്ല അപ്പൊ നിങ്ങളെ സംഘടന, അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ പറയണം. ചില ആൾക്കാരുണ്ട് എന്താണെന്നറിയാം, ഭയങ്കര ഉഷാർമാരാ. അവർ കമ്മിറ്റി യോഗത്തിൽ വന്ന ഒരക്ഷരം ഉണ്ടല്ലേ, 5 എന്നിട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാൻ വിചാരിച്ചിട്ട് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പൊട്ടൻ 6 തരം സംഘാടകരുണ്ട്. നമ്മുടെ തരിയരിയിലും കാണാം, എല്ലാ നാട്ടിലുണ്ട്. ഒന്ന് എലിഫന്റിനെ പോലത്തെ ആൾക്കാരായ എലിഫന്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആനയുടെ ഒരു പ്രത്യേകത എന്താ, ആന മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ചെവി രണ്ടും പുറകോട്ടാണ് അത്ര. എന്തിനാണ് അത് സൂചിപ്പിക്കുന്നത്? ആന സൂചിപ്പിക്കുന്നത് ആരും എന്നെ മറികടക്കാൻ പാടില്ല. ആന ഇങ്ങനെ ചെവി ബാക്കോട്ടാക്കുന്ന അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ആനോട് ചോദിച്ചാലേ അറിയുള്ളൂ, നിങ്ങൾ ആര് ചോദിക്കാനും. ആരും എന്നെ മറികടക്കാൻ പാടില്ല. അങ്ങനെ ഒരു നേതൃത്വം ചിലയിടത്ത് അത് ആവശ്യമുണ്ടാവും. രണ്ടാമത്തെ നേതൃത്വം ജിറാഫ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അയാൾ മേലെയുള്ള കാര്യങ്ങൾക്കാണ്, താഴേക്കിടയിലൊന്നും ഉണ്ടാവില്ല. മൂപ്പർ ജനങ്ങൾക്കിടയിലൊന്നും ഇല്ലപ്പോ എന്ന് പറഞ്ഞാൽ മേലെ ആവശ്യമുണ്ടാകുന്നു. ഈ അഹമ്മദ് സാഹിബ് മരിച്ചുപോയി. നമ്മളൊരു നേതാവ് എന്നുള്ള നിലക്ക് പറയാം, ഞാൻ രാഷ്ട്രീയം പറയല്ല. അദ്ദേഹം മണ്ഡലത്തിലും പോലും ഇല്ല എന്ന് മലപ്പുറത്തുള്ള ആളുകൾ പറയാറ്. പക്ഷെ പ്രത്യേകത എന്താണ്? ഇന്റർനാഷണലാണ്, ഐക്യരാഷ്ട്രസഭയിലാണ്, ഡൽഹിയിലാണ്, അവിടെയുള്ള മേഖലാസ് വലുതാണ്. ജിറാഫ് ടൈപ്പ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. അവരെയും നമുക്ക് വേണം. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഈ ബുൾഡോഗ് ടൈപ്പാണ്. ബുൾഡോഗ് ടൈപ്പ് ആൾക്കാരുണ്ട്, നമ്മൾ അവരെ ഒഴിവാക്കാൻ പാടില്ല. നിങ്ങൾ പൊളിറ്റിക്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അവർ വേഗം കൂട്ടിപ്പിടിക്കും. കാരണം എന്തിനാണ്? ഇലക്ഷന് ബൂത്തിലിരിക്കാൻ വേണം. മീറ്റിംഗ് വന്നു നോക്കിയാൽ നമ്മൾ നോക്കും, പഠിച്ചോനെ വന്നിനോ ഇല്ലേ, വന്നിട്ടില്ലെങ്കിൽ സമാധാനം, വന്നോ കടിച്ച് കീറും. സമയം അതിന് മുമ്പരങ്ങ് പോയിട്ടുണ്ടാവും. എല്ലാവരും വലിയ കൊത്തി പറിച്ച് കരച്ച് തിന്ന ആൾക്കാരുണ്ട്. നാലാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് മങ്കി ടൈപ്പാ. ചാടി കടിക്കും. എന്താ അഭിപ്രായം പറഞ്ഞതെന്ന് തിരിയില്ല. ഞാനോ ഒന്നും പറഞ്ഞിട്ടില്ലേ, മാറ്റി പറയും, അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയും, കിട്ടൂല. രണ്ടാമത്തെ കഥ ഞാനിപ്പോൾ പറയില്ല, സമയം നമ്മൾ അവസാനിപ്പിക്കും. ആരെങ്കിലും സ്വകാര്യം എന്ന് പറയുന്നത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ മുയലിനെ പോലത്തെ ആൾക്കാർ. അതുകൊണ്ട് തന്നെ കമ്മിറ്റിയിൽ 13ാമത്തെ ആളാക്കിയിട്ട് എടുക്കും. ഇങ്ങനെ ദ്വാരക്കാനൊക്കെ പറ്റും വരുന്ന വെച്ചിട്ട്. അങ്ങനത്തെ ആളും നമുക്ക് വേണമെന്നേ. നമ്മളെന്തിനാ അവരെ ഒഴിവാക്കുന്നേ? ഉറുമ്പ് എന്തൊരു സവിശേഷതയാണ്, എന്തൊരു സംഘാടനമാണ്, എന്തൊരു കർമ്മബോധമാണ്. രാവിലെ എണീറ്റ് രാത്രിയാകുന്നത് വരെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തിട്ട് ഫയൽ മടക്കി വെക്കുന്ന ഒരു പ്രൊഫഷണൽ ഉദ്യോഗസ്ഥന മാതിരിയാണ് പഠിച്ചോലെ ഭൂമിയിൽ. തലച്ചോറ് പോലും ഇല്ല നമ്മൾ വിചാരിക്കുന്ന ഒരു ജീവി. എണീറ്റ് പോയിട്ട് ഒരന്നം കണ്ടാല് പോസ്റ്റായിട്ട് പോകാം. നിങ്ങൾ ആരെങ്കിലും നോക്കിനോ? ഉറുമ്പിനെ നോക്കിനോ? അതിനപ്പ നേരോ എത്ര കാലുണ്ട് ഉറുമ്പിന്? എത്രയുണ്ടോ പഠിച്ചോനെ? എത്രയും ഉറുമ്പിന്റെ കാലത്ത് 4-8 നമ്മൾ. കാരണം ചെറിയ കാര്യങ്ങൾ നോക്കാൻ നമുക്ക് നേരം ഉണ്ടാവില്ല. ജിറാഫിന് എത്ര ഉണ്ടെന്ന് നോക്കും, മറ്റേ ഇപ്പപ്പെട്ട അവസരം എത്രയാന്ന് നോക്കും. 6 കാലാണ് ഉറുമ്പിന്. അതുപോലെ ഭൂമിയിലുള്ള എല്ലാ ഉറുമ്പുകളും ഇങ്ങനെ ആര് പറഞ്ഞേ? മറ്റേ മാങ്ങ പറിക്കുന്നുണ്ട് കണ്ടോ? 6 കാലുള്ള ഉറുമ്പ് എത്ര സൂക്ഷ്മമായിട്ടാണ് പറയാ. ഞാൻ അതുമായിട്ട് കുറെ കാലം ഇടപെട്ടിനാണ്. ഈ ഇതിങ്ങനെ പായ പഠിച്ചോ നമ്മളിങ്ങനെ നോക്കിപ്പോകും. കാരണം ഒരു അന്നം വീണ് കണ്ട ഒറ്റൊരു ഉറുമ്പ് ഒന്നുകിൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ പോലും അയക്കൂല കമ്മിറ്റിയിൽ. ചില ആൾക്കാരോ ഞാൻ കമ്മിറ്റിയിലൊന്നുമില്ല, അഭിനന്ദനം അങ്ങനെ അയാൾ കമ്മിറ്റി മെമ്പർ പോലും അയക്കൂല ഉറുമ്പ്. പക്ഷെ അയാൾക്ക് ലക്ഷ്യബോധമുണ്ട്, കാര്യങ്ങൾ നടക്കണം. ഒരൊറ്റ ഓട്ട അയാള് നേതാവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ആടിയുണ്ട് സാധനം നിങ്ങൾ വാ. നമ്മൾ ചില ആൾക്കാരവരുണ്ട്, പള്ളിയുണ്ട്, ഒരു അറബി വന്നിട്ടുണ്ട്, നിങ്ങൾ പോന്നോന്ന് ചോദിക്കൂലേ? അത് കമ്മിറ്റിക്കാരൊന്നായിരിക്കും ചിലപ്പോ ചോദിക്കുക. അവിടെ പൈസ ഉണ്ട് നിങ്ങളൊന്ന് പോന്ന് പറയില്ലേ? കമ്മിറ്റിന്ന് പുറത്തുള്ളവർക്ക് സ്മെല്ലെടുക്കാൻ കഴിയില്ലേ? ഉറുമ്പ് സ്മെല്ലെടുത്തു.
എന്നിട്ട് ഒരൊറ്റ ഓട്ടല്ലേ മൂപ്പര് പോയിട്ട് ആൾക്കാർ, ഒരുപടി ആൾക്കാർ, സെക്രട്ടറി, പ്രസിഡന്റ്, അന്ന് വാട്സപ്പിൽ കിട്ടുന്ന ആൾക്കാരല്ല. നമ്മൾ വാട്സപ്പാണോ ഇപ്പൊ നമ്മളിപ്പോ ഒരു മെസ്സേജിലെ ഏറ്റവും പ്രധാനം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, ഈ അടുത്ത കാലത്ത് കുറച്ച് കഴിഞ്ഞാൽ 5 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ സംഘടന ഒക്കെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. ഒരൊറ്റ ഒന്നിനെയും അംഗീകരിക്കൂല, സ്റ്റേറ്റ് കമ്മിറ്റി അംഗീകരിക്കില്ല, ഏത് തങ്ങന്മാരെ വെച്ചാലും അംഗീകരിക്കൂല. കാരണം ഇത് കൊച്ചു കൊച്ചു സംഘങ്ങൾ പെരുന്ന ആള്, മെമ്പർഷിപ്പും ഇല്ല, ഒന്നുമില്ല. എവിടെ വെച്ചും ചർച്ച ചെയ്യാം, ഏത് ലോകത്ത് വെച്ചും എന്തും. പക്ഷെ കൊച്ചു കൊച്ചു ഈ ഇലക്ട്രോണിക് കൂട്ടായ്മകൾ വലുതാകുകയും സംഘടനകൾ. അപ്പൊ ഈ ചെയ്യുന്ന ഒന്നും നോക്കുന്നില്ല. ഇത് അസം തവക്കൽ അലല്ലാന്ന് അവരെ കുറിച്ചാ പറഞ്ഞതെന്ന് വിചാരിക്കും. അസമാണ്. പിന്നെ ഒന്നിലെടുത്തിട്ട് അതിനെ ലാത്തി ചാർജ് ചെയ്യും. ഉറുമ്പുകൾ ചിന്ന ഭിന്നമാകും കുറച്ചു നേരത്തേക്ക്, കുറെ കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും. കാരണം എന്താ? അവരുടെ മനസ്സിൽ ലക്ഷ്യം പൂർണ്ണമാക്കിയാൽ മാത്രമേ അടങ്ങാൻ പറ്റുള്ളൂ. അത്ഭുതകരമായ ഒരു സ്ഥിതിവിശേഷം. 6ാമത്തെ സംഘാടകനായിട്ട് സംഘടനാ പുസ്തകങ്ങളിലൊക്കെ പറയുന്നത് ഈ ഉറുമ്പിനെയാണ്. ഉറുമ്പിന്റെ പ്രകൃതമുള്ള കുറെ ആളുകൾ എന്തെല്ലാം ഉറുമ്പ് കാണിച്ചത്? ഒന്ന്, അപൂരമായ ആശയവിനിമയ ശേഷി, ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അങ്ങനെ പറഞ്ഞാൽ മരിച്ച വീട്ടിൽ പോകുമ്പോഴും കല്യാണ വീട്ടിൽ പോകുമ്പോഴും നമ്മളൊന്ന് നന്നായി സലാം ആരെയും പേരൊക്കെ ഒന്ന് വിളിച്ച്, ഇനി അതിൽ പറ്റുന്ന നമ്മളെ പക്ഷത്തിലില്ലാത്ത ആളെയും പേരൊക്കെ ഒന്ന് വിളിച്ച് നേതൃ ഗുണമുള്ള ആളുകൾ ഡെവലപ്പ് ചെയ്തു വരും. അപ്പോ താഴേക്കടയിലുള്ള സംഘടനാ പ്രവർത്തനം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കും. തിയറി എന്താ പറഞ്ഞാലും, നിങ്ങളൊരു പ്രോഡക്റ്റിന് വെക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു TV വെക്കുന്നു, അല്ലെങ്കിൽ ഒരു മൊബൈൽ പുതിയ വെക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ 65% നിങ്ങൾ അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സിലാക്കാൻ വളരെയധികം പ്രചോദനപരമായ ഒരു തിയറിയാണിത്. 65% നിങ്ങൾ അതെങ്ങനെ അവതരിപ്പിക്കുന്നു, ചിത്രങ്ങളൊന്നും അറിയില്ല എന്ന് വിചാരിച്ചോ. 65% നിങ്ങൾ അതിനെ എങ്ങനെ മതി സംഘടന ഉണ്ടാക്കാൻ. അവന്റെ പെരുമാറ്റം, അവന്റെ ഇടപെടൽ, അവന്റെ വർത്താനം, അവന്റെ പോക്ക് വരവ്, ഫോണിൽ വിളിക്കാൻ അറിയാം, ഇടപെടാൻ അറിയാം, വിളിക്കാൻ അറിയാം, വർത്താനം പറയാം. സ്കെസഫിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇന്ന് കേരളത്തിൽ 19 വിങ്ങുകളിൽ ഒരു സംഘമാണ്. 19 വിങ്, കൊച്ചു 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 വിങ്ങുകൾ, IT വിങ്ങുകൾ. ട്രെൻഡിന്റെ കീഴിലുള്ള പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് 4 ദിവസമായിട്ട് നടക്കും. അപ്പം ഇബാദ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ നന്നാക്കുന്ന വർക്ക് തരീരിൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. അതിന് താല്പര്യമുള്ള ആളുകൾക്ക് അതിലേക്ക് പോകണം. ട്രെൻഡിന് താല്പര്യമുള്ള ആളുകൾക്ക് ട്രെൻഡിന്റെ കർമ്മപദത്തിലേക്ക് പോകണം. ക്യാമ്പസിലുള്ള ആളുകൾക്ക് ക്യാമ്പസിന്റെ കർമ്മപദത്തിലേക്ക് പോകണം. സഹചാരിയുടെ പ്രവർത്തനങ്ങൾ തരീരിയിൽ എത്രത്തോളം, മരുന്ന് കൊടുക്കാൻ സൗകര്യമുണ്ട്, ആംബുലൻസിന്റെ സൗകര്യങ്ങളുണ്ട്. ആംബുലൻസും മെഡിക്കൽ വിങ് വന്നിട്ട് നമ്മൾ ഈ കനാൽമലൂടെ തന്നെ പോയിട്ട് ഡോക്ടർമാരും നഴ്സുമാരും അങ്ങനെ മൊബൈൽ ഹോസ്പിറ്റൽ സിസ്റ്റം സംവിധാനമുണ്ട്. ഇബാദിന്റെ കയ്യിൽ മനുഷ്യന്മാരെ നന്നാക്കാൻ വേണ്ടി 5 വളണ്ടിയർമാർ ഒരു വണ്ടിയിൽ ഇങ്ങനെ നാട് ചോറും കറ്റി ഇറങ്ങി അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്ന സിസ്റ്റം കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് സ്റ്റോപ്പായി പോയതേ ഉള്ളൂ. നിങ്ങളിൽ ആർജവും ഉഷാറുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വെക്കായ എന്ന് പറയുന്ന വളണ്ടിയർ വിങ് ഹജ്ജ് ക്യാമ്പിലും അപകടം ഉണ്ടാകുന്ന സ്ഥലത്തും മറ്റു സമ്മേളന വേദിയിലൊക്കെ നിങ്ങൾക്ക് നല്ല കോട്ടൊക്കെ ഇട്ട് നല്ല ഭക്ഷണമൊക്കെ തന്ന് നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടി വളരുന്ന കർമ്മം കൊണ്ട് അനുഗ്രഹീതമായ ആളുകൾക്ക് വേണ്ടിയുള്ള വിങ്ങുണ്ട്. IT വിങ് വേറെയുണ്ട്. ബുദ്ധിയുള്ളവർക്കുണ്ട്, വർത്തമാനം പറയുന്നവർക്കുണ്ട്, പ്രസംഗിക്കുന്നവർക്കുണ്ട്, എഴുതുന്നവർക്കുണ്ട്. അങ്ങനെയുള്ള ഒട്ടനവധി ആളുകൾക്ക് പറ്റുന്ന ഒരു വിങ്ങാണ്. എന്നാൽ ഈ SKSFനെ കുറിച്ച് ഞാനൊക്കെ മനസ്സിലാക്കിയ ഒരു SKSF എന്താന്ന് പറഞ്ഞാൽ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഒരു കൊച്ചു കൂരന്റെ അകത്ത്, അല്ലെങ്കിൽ ഫ്രാൻസിസ് റോഡിൽ മഹാനായ ശംസുൽ ഉലമയൊക്കെ തൊട്ടപ്പുറത്ത് അല്ലാഹു മർക്കദഹു വന്നിട്ട് ഇങ്ങനെ പോകുമ്പം ഇപ്പുറത്ത് ഒരു ഓഫീസ് മുറിയിൽ ഇരുന്നിട്ട് പോസ്റ്റ് കാർഡ് എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പഴയ നേതാക്കൾ, ഞാനും എഴുതിയിട്ടുണ്ട് ഒരുപാട് പോസ്റ്റ് കാർഡ് എഴുതിയിട്ട് അതിന് അഡ്രസ്സ്. പോസ്റ്റ് കാർഡ് കണ്ടവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ചില കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല. 50 വയസ്സാണ് ഇപ്പോഴും, അത് മാർക്കറ്റിലുണ്ട് ഇപ്പോഴും. അത് എഴുതിയിട്ട് കത്ത് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് വിഷമിച്ചു. മീറ്റിംഗ് നടന്നു കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഇതൊരു ബാഗാണെങ്കിൽ യോഗം കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ആരെടുത്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ. വളവട്ടൂർ സലാം ഫൈസി എന്ന് പറയുന്ന മനുഷ്യൻ പ്രസ്സിൽ ഉള്ള ആളായതുകൊണ്ട് കച്ചവടം കഴിഞ്ഞിട്ട് രാത്രി വരുമ്പോൾ, മീറ്റിങ്ങിന് വരുമ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അത് ഓഹരി വെച്ചിട്ട് കഴിച്ചു. എന്നിട്ട് ഇവിടെ നമ്മൾ അടുത്ത പുറത്തിയുള്ള അഷ്റഫ് ഫൈസി കണ്ണാടി പറമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ ഉസ്താദും കൂടിയാ. അദ്ദേഹം പറയും, സംഘടനാ മീറ്റിംഗ് കഴിക്കാൻ പറ്റണമില്ല. എന്നിട്ട് ഏതെങ്കിലും ആളെ വീട്ടിൽ പോയി ചിലപ്പോൾ കോഴിമുട്ട ഉണ്ടാവും. എല്ലാ വീട്ടിലും ഉണ്ടാകുന്നൊരു സാധനമാണല്ലോ കോഴിമുട്ടയും, അത് പുഴുങ്ങി തിന്നിട്ട് രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ സംഘടനാ പ്രവർത്തനം നടത്തി കഷ്ടപ്പെട്ട
വളരെയധികം ജിഹാദ് ചെയ്ത ഒരു വിങ് ആണ് SKSF-നെ വളർത്തിയത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ത്യാഗം ഉണ്ടായിട്ടുണ്ട്. ആ ത്യാഗം കൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും അധികം മാർക്കറ്റുള്ള, വേരുള്ള, പൊതുമേഖലയിൽ ശ്രദ്ധിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് നമ്മുടെ SKSF മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം നിന്നാൽ ചെറുപ്പക്കാർക്ക് അതിൽ കാര്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവരെ അടുത്തേക്ക് അയക്കണം. 2 ചെറുപ്പക്കാരെ വിക്കായിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക, പഠിക്കുന്ന 2 കുട്ടികൾ ട്രെൻഡിലാക്കി കൊടുക്കുക, മുത്താലിങ്ങളും ഉസ്താദുമാരുമായിട്ടുള്ള ആളുകളെ ഇബാദിൽ ബന്ധിപ്പിച്ചു കൊടുക്കുക, IT വിങ്ങിലേക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് തോന്നും, എനിക്കും SKSF-ൽ എന്തോ സ്ഥാനമുണ്ട്, എനിക്കും SYS-ൽ എന്തോ ചെയ്യാനുണ്ട് എന്ന് പറയുന്ന ഒരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാവും. ഞാൻ പറഞ്ഞ ഉറുമ്പിന്റെ സവിശേഷതകളാണ്. നിങ്ങൾ ആരും വാച്ചിൽ നോക്കണ്ട, ഞാൻ കറക്റ്റായിട്ട് വാച്ചിൽ നോക്കുന്നുണ്ട്. കാരണം ടൈം കറക്റ്റായിട്ട് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഉറുമ്പിന്റെ പ്രത്യേകത എന്താണ്? വർത്താനം പറയും, നേരെ സംസാരിക്കും. സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് പറയണം, എനിക്ക് എന്നോടൊരു കാര്യം, ഇതൊക്കെ സംഘടനയുടെ ഏറ്റവും മെച്ചുവറായ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. സംശയം തോന്നിയാൽ പറയണം, എനിക്ക് നിങ്ങളുമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്, നാളെ രാവിലെ ഒന്ന് കാണണം, എന്തോ ഒരു തോന്നുന്നുണ്ട്, നമ്മളെ മേലെ എന്തോ ഒരു ആശയ പ്രശ്നമുണ്ട്. നേരിട്ട് സംസാരിച്ചേക്കുക. സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു സുഖം അത്ഭുതകരമായ എനർജിയാണ്. ഈ രാത്രി കേട്ടപാതി കേൾക്കാതെ പാതി മൊബൈൽ എടുത്തിട്ട് വിളിച്ച് വർത്താനം പറയാതിരിക്കുക. ഉറുമ്പിന്റെ ആശയവിനിമയം അതാണ്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് കാണിക്കുക, നേരെ ചൊവ്വയെ വർത്താനം പറയുക, ചിരിച്ച് വർത്താനം പറയുക, അസ്സലാമു അലൈക്കും പറയുക. പറയുമ്പോൾ ഉറക്കെ പറയുക. നിങ്ങളൊരു മീറ്റിങ്ങിലൊക്കെ കയറി വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആർക്കും തിരിയില്ല, നല്ല കറക്റ്റായിട്ട് സലാം പറയുക. കല്യാണ വീട്ടിലും മരിച്ച വീട്ടിലൊക്കെ ഒന്നിച്ച് നിന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ആശയവിനിമയം ഉറുമ്പ് രണ്ടാമത് ചെയ്തത് ടാസ്ക് ഏറ്റെടുത്തപ്പോ അത് വലിയ അത്ഭുതമായി. അത് പൂർത്തിയാക്കിയിട്ടേ ഉറങ്ങിയുള്ളൂ. ശരിയായ സംഘാടകൻ അങ്ങനെ ഏറ്റെടുത്ത കാര്യങ്ങൾ മരിച്ചാലും വിടൂല എന്ന് പറഞ്ഞ ആളുണ്ട്. അവസാനമൊക്കെ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല, നാളെ ഞാൻ ചെയ്യേ എന്നൊക്കെ പറയുന്ന സംഘാടകരുണ്ട്. അത് ഉറുമ്പിന്റെ ഒരു സവിശേഷതയാണ്. അത് ജന്മന പടച്ച തമ്പുരാൻ നമുക്ക് തന്നതാണ്. കർമ്മം കൊണ്ട് അനുഗ്രഹീതരായ ആളുകൾ എല്ലാ ടൈപ്പും വേണം എന്ന് ഞാൻ പറഞ്ഞു. ഉറുമ്പിന്റെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ വലിയ ലക്ഷ്യബോധമാണ് ഉറുമ്പ് കാണിക്കുന്നത്. കൃത്യമായി ഇതിനെ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ലക്ഷ്യം ഉണ്ടാകണം. നിങ്ങളുടെ സംഘടനാ ചർച്ചയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? 1 വർഷത്തേക്കുള്ള കലണ്ടർ ഉണ്ടാക്കണം നിങ്ങൾ. ഞാനതാ പറയുന്നത്. ഏതായാലും ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അടുത്ത റമദാൻ വരെയുള്ള തരീഴിയിൽ നടക്കേണ്ട പ്രവർത്തനത്തിന്റെ കലണ്ടർ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകാവുള്ളൂ. ആ കലണ്ടറിൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ടാകണം. അത് നമ്മുടെ ഓഫീസിൽ ചാർട്ടിൽ എഴുതിയിട്ട് ആ ഉത്തരവാദിത്തങ്ങൾ എഴുതി വെക്കണം ഓരോരുത്തരുടെയും. അതിനുവേണ്ടി മാത്രം, കർമ്മത്തിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം, അതിൽ ഷെയർ ചെയ്യാം. അതിൽ നല്ല കാര്യങ്ങളൊക്കെ വരിക. കുറെ ചവറ് കാര്യങ്ങൾ ഇങ്ങനെ പറയുകയും കേൾക്കുകയും ചെയ്തിട്ട് സംഘടന എന്ന് പറയുന്നത് തലച്ചോറ് ഒരുതരം ഭ്രാന്ത് പിടിച്ചിട്ട് നടക്കലൊന്നുമല്ല. നേരെ ചൊവ്വ കാര്യങ്ങൾ മനസ്സിലാക്കി അവനോട് വേണ്ടതിൽ മാത്രം ഇടപെട്ട് അല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയരാൻ എൻ്റെ വ്യക്തിത്വം നശിച്ചു എന്ന് പറയാൻ പാടില്ല. സംഘടനയിൽ കൂടിയിട്ട് ഞാൻ വളർന്നു വലുതായി എന്ന് ചിന്തിക്കണം. തരീരിലേക്ക് നമ്മൾ ഒന്നുകൂടി തിരിച്ചു വരികയാണ്. എന്താന്ന് പറഞ്ഞാൽ ഈ നാട് നമുക്ക് എല്ലാവർക്കും പരസ്പരം അറിയുന്ന ഒരു നാടാണ്. അതുകൊണ്ട് വരുന്ന റമദാൻ മാസം എന്താ ചെയ്യാൻ പോവുക? നിങ്ങളിപ്പോൾ എന്താ ചെയ്യാ? 40 പറ്റുമോ നോക്കും, എന്നിട്ട് അത് വിതരണം ചെയ്യാൻ കുറച്ച് ആളുകളെ എന്നെ പോകും, ഒരു സ്വകാര്യമായിട്ടൊക്കെ ചെയ്യും. പക്ഷെ അതിലൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നുള്ളത്. കൃത്യമായി ആളുകൾ അറിയണം, ജനങ്ങൾക്ക് വൈവിധ്യമുള്ള റിലീഫ് പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ അബ്ദുള്ളാജിയുടെ ഒരു വെള്ളത്തിന്റെ ഒരു പ്രോജക്റ്റ് നമുക്കറിയാം. അതുപോലെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒരു കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞൊരു സാധനത്തിന് മേലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കും ആലോചിക്കാൻ പറ്റുന്നതാണ്. റമദാനിൽ വളരെ വ്യത്യസ്തമായ നിലക്ക് റിലീഫ് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികമായ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെല്ലാവരും ഉണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പറ്റും. കിറ്റ് കൊടുക്കലൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായ നിലക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടി കുട്ടികൾക്ക് ഉത്തരവാദിത്വം വരുന്ന നിലക്ക് റമദാനിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? റമദാനിലെ ക്യാമ്പിനെ കുറിച്ച് ആലോചിക്കുക, റമദാനിലെ തസ്കിയത്തിനെ കുറിച്ച് ആലോചിക്കുക, സ്ത്രീകൾക്കിടയിലുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് റമദാനിൽ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക, കൊച്ചുകുട്ടികൾക്കുള്ള പരിപാടികൾ എന്തൊക്കെയാണ് ആലോചിക്കുക, പെരുന്നാളിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പരിപാടി ചെയ്യുക. അങ്ങനെ എല്ലാ മേഖലകളിൽ ഇപ്പൊ 2 കുട്ടികൾ A+ വാങ്ങിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി ശരിയാണെങ്കിൽ 2 കുട്ടികളും യാതൊരു ആനുകൂല്യങ്ങളും ഇല്ലാണ്ട് A+ വാങ്ങിച്ചവരാണ് അല്ലെ?
റുഷ്തയും മറ്റേ കുട്ടി പിറന്നു ഷിഫാനും അർഷാനും. രണ്ടുപേരും സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവരെ കറക്റ്റ് ഗൈഡ് ലൈൻ ചെയ്ത് 10 കൊല്ലം കഴിയുമ്പോൾ തരിയേരുടെ സ്റ്റാർ ആയിട്ട് ആ കുട്ടികളൊക്കെ മാറ്റാൻ പറ്റും. കാരണം A+ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇതൊക്കെ നമ്മളുടെ ആലോചന, നിങ്ങളുടെ ചർച്ചയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ മുതിർന്നവരും ചെറിയവരും ജോലിയുള്ളവരും ഇല്ലാത്തവരും നാട്ടിലെ സാധാരണക്കാരും ഉയർന്ന മേഖലയിലുള്ള ആളുകളും എല്ലാവരും കൈകോർത്ത് നിന്നിട്ട് ഒരു കൊച്ചു നാടിനെ ഒന്നും കൂടി ഉണർത്തി എടുക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങളെ ചർച്ചയിൽ വരണം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ തണലിലാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. മരിച്ചുപോയ മഹോന്നതന്മാരുടെ പരമസാത്വികരായ നേതാക്കന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശക്തിയും ഐക്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാനൊരു കഥ നിങ്ങളുടെ മുന്നിലേക്ക് പറയാം. ആ കഥ നടന്ന സംഭവമാണ്. സമസ്തയുടെ ഉസ്താദുമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. അത് ഞാൻ ഓർമ്മിക്കുന്ന കുറേ കഥകളിൽ ഒന്ന് മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ഹൈദ്രോസ് ഉസ്താദിനെ ഞാൻ കണ്ടു. ഹൈദ്രോസ് ഉസ്താദിനെ ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹൈദ്രോസ് ഉസ്താദിനെ കണ്ട സംഘടനാ പരിപാടികളിലൊക്കെ പോയി തുടങ്ങുന്നതിൻ്റെ മുമ്പ് നിറച്ചിരിയോടെ ക്ലാസ് എടുക്കുന്ന മനുഷ്യൻ, താടിയൊക്കെ തടവി ചിരിക്കും. എന്നിട്ട് മഹല്ല് ശാക്തീകരണം, മഹല്ല് എന്നൊക്കെ പറഞ്ഞ ക്ലാസ് എടുക്കുന്ന ധാരാളമായി അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പലപ്പോഴും ബെഞ്ചുകളിൽ എവിടെയോ പോയിരുന്ന് കേട്ടിട്ടുണ്ടാവും. ആ ക്ലാസ്സുകളിൽ അദ്ദേഹം വളരെ ശാന്തമായി സംസാരിക്കും, എല്ലാവരെയും നോക്കും, ചിലരൊക്കെ പേര് വിളിച്ചെടുക്കും. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം പറയുമ്പം പാതിരാത്രികളിലൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൂടെയുള്ള തെൽമീദിനോട് അദ്ദേഹം പറയാ, മോനെ നമുക്ക് വീട്ടിൽ പോകുന്നതിന് മുമ്പ് തൊട്ടപ്പുറത്തെ വീട്ടില് പോകണം, അവിടെ പൈസ കൊടുക്കാനുണ്ട്, 5 ഉറുപ്യ വാങ്ങി കൊടുക്കാനുണ്ട്, എന്തോ വണ്ടി കൂലി കിട്ടിയാൽ 5 ഉറുപ്പ്യുണ്ട്, അത് കൊടുക്കണം, നമുക്ക് രാത്രി തന്നെ. അപ്പോൾ തെൽമീദ് പറയാ, ശിഷ്യൻ പറയാ, അത് രാവിലെ കൊടുത്താൽ പോരെ ഉസ്താദേ. രാവിലെ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല മോനെ, നീ എന്താ പറയുന്നത്? അത് രാത്രി വീട്ടിൽ പോയിട്ട് ആ വാതിലിന് മുട്ടിയിട്ട് ആ വീട്ടുകാർക്ക് പൈസ കൊടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറയാ, എനിക്ക് മധുരമുള്ള എന്തെങ്കിലും വേണം. അങ്ങോട്ട് മധുരമുള്ള കഴിക്കാൻ പറ്റില്ലല്ലോ, അത് എപ്പോഴും കഴിക്കാൻ പറ്റിക്കൊള്ളണമെന്നുണ്ടോ, ഇന്ന് വേണം. ഭാര്യ പായസം ഉണ്ടാക്കി കൊടുക്കുക. അത് മരിച്ചിട്ട് അത് കഴിച്ചിട്ട് ആ മഹാനുഭാവം മരിക്കുക. അപ്പൊ എന്തോ ഒരു ഉള്ളിലൊരു വിളി കിട്ടുന്നില്ലേ? ആ മരണ സമയത്ത് CH ത്വയ്യിബ് ഫൈസി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനും ഗൾഫിലുള്ള പ്രവർത്തകന്മാരും സുന്നി സെന്ററിന്റെ എന്തോ ആവശ്യത്തിന് ഒരു വണ്ടി എടുത്തിട്ട് ദുബൈയിലെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ എമിറേറ്റ്സ് റോഡിലോ മറ്റോ പോകുന്ന സമയത്ത് വലിയ അപകടത്തിൽ നിന്ന് അവരുടെ വണ്ടി രക്ഷപ്പെടുകയും ശുക്രിന്റെ സുജൂദ് ചെയ്ത് എണീക്കുകയും ചെയ്ത സമയത്ത് ഇപ്പുറത്തുനിന്ന് ഹൈദ്രോസ് ഉസ്താദ് മരിക്കുക. ഈ ഒരു ബന്ധത്തെ കറാമത്തിന്റെ ഒരു സംഘടനയുടെ വിശേഷ. അതുകൊണ്ട് തന്നെ SKSF-നെയും സമസ്തനെയും നമ്മൾ കേവല സംഘടനയായി കാണരുത് എന്നാ ഞാൻ പറയുന്നത്. അങ്ങനെ കാണാൻ പറ്റുമോ? ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു മഹാനുഭാവൻ മരിക്കുന്ന സമയത്ത് സുബഹി ബാങ്കിന്റെ ലാ ഇലാഹ ഇല്ലല്ലയും ഷഹാദത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലയും ഒരുമിച്ചാകുക എന്ന് പറയുന്ന മഹാസൗഭാഗ്യം മഹാനായ EK ഉസ്താദിനാ കിട്ടിയത്. ശംസുൽ ഉലമാ ചെറിയ ഭാഗ്യമാണോ അത്? വലിയൊരു ഉൾക്കാഴ്ചയാണത്. അവരുടെയൊക്കെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരുപാട് ഉൾക്കാഴ്ചകൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പോറ്റി വളർത്തിയ വലിയ പ്രസ്ഥാനം. KT മാനോസ്താദ് പദ്യം എഴുതും, കവിത എഴുതും, പ്രസംഗിക്കും, സംഘാടകനാവും, പിരിക്കും, വെറും പായയിൽ കിടന്നുറങ്ങും. അല്ലെങ്കിൽ ഉസ്താദിന്റെ കൂടെ ഒരു രാത്രി കിടന്നുറങ്ങി. രാത്രി ഒരുപാട് വിരുദുകളെ കൊണ്ട് അലങ്കൃതമായ രാത്രി. KT മാനോസ്താദ് വിദ്യാഭ്യാസ ബോർഡിന്റെ മഹാനായ സെക്രട്ടറി, പുസ്തകങ്ങളൊക്കെ എഴുതുന്ന കൂട്ടത്തിലൊക്കെ പ്രവർത്തിച്ച വലിയ മനുഷ്യൻ. ആ മഹാനുഭാവന് കിട്ടിയ സൗഭാഗ്യം ലോക ചരിത്രത്തിലെ ഏതെങ്കിലും ലീഡർക്ക് കിട്ടിയിട്ടുണ്ടോ? പിള്ളേര് ഗവേഷണം നടത്തുന്നുണ്ടാവില്ലേ അതേക്കുറിച്ച്? താൻ സംഘാടകനായിട്ടുള്ള വലിയ സമ്മേളനം നടക്കുക, ആ സമ്മേളനത്തിന് സ്വാഗത പ്രസംഗകനായിട്ട് എണീറ്റ് നിൽക്കുക, പ്രസംഗം തുടങ്ങാൻ നേരത്ത് ശ്വാസം മുട്ടൽ വരിക, ഈ ജനസാഗരത്തെ ഇങ്ങനെ നോക്കിയിട്ട് ആ വേദിയിൽ നിന്ന് ശാന്തമായി മരിച്ചു പോവുക. അത് കൗതുകമുള്ള മരണമാണ്. അതൊക്കെ വലിയ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തനം കൊണ്ടും മരണം കൊണ്ടും നമ്മുടെ മഹാന്മാർ ഇതൊരു വലിയ സംഘമാണ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയാണ് നമ്മൾ ഒത്തുകൂടുന്നത്. ഇവിടെ നമുക്ക് പരസ്പര വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നേതാവ് ഉണ്ടെങ്കിൽ അവരെ അംഗീകരിക്കുക എന്നുള്ള സംഘടന ദൗത്യം പ്രധാനമാണ്, ഉത്തരവാദിത്വം പ്രധാനമാണ്, പരസ്പര ആശയവിനിമയം പ്രധാനമാണ്, എല്ലാവർക്കും കർമ്മം പ്രധാനമാണ്. നമ്മുടെ ദരിയരില്ല നിലക്ക്
ക്രമബദ്ധമായി പ്രവർത്തിച്ച് ഒരൊന്നാം തരം വിങ്ങായി നമ്മുടെ പഴയ പാരമ്പര്യത്തെയും പുതിയ ശക്തിയെയും കോർത്തിറങ്ങിക്കൊണ്ട് എല്ലാവർക്കും സന്തോഷം കിട്ടുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ SKSSF-ന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ഉണർവിന് വളരെ ഉണർവോടുകൂടി എല്ലാ ആശംസകളും നേർന്ന് എൻ്റെ വാക്കിൽ കൃത്യം 9:45 ആയി എന്ന് ഓർമ്മിപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ചുരുങ്ങിയ ടൈമാണെങ്കിലും വളരെ പുനരാർഹമായ ഒരു ക്ലാസ്സാണ് നമ്മുടെ SVSR ഇവിടെ നടത്തിയത്. നമ്മുടെ മനസ്സുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആശയങ്ങൾ വന്നു നിൽക്കുകയാണ്. അത് ഈ ക്യാമ്പ് കഴിയുന്നത് വരെ വിടാതെ നമ്മുടെ സംഘടനാ ചർച്ചയിലൊക്കെ സജീവമായി ഉണ്ടാവണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട SV എന്ന് പറയുന്നത് നമുക്കൊരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘമായ ആയുസ്സ് ആരോഗ്യത്തോടു കൂടി നൽകട്ടെ. നമുക്ക് നേതൃത്വം നൽകാനുള്ള എല്ലാവിധ തൗഫീഖുകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തതായി സെഷനിൽ നമുക്ക് ആശംസ നേരുന്നത് ടി അബ്ദുൾ റഷീദ് മാസ്റ്റർ സദസ്സിലില്ല അല്ലേ? അബ്ദുൾ റഷീദ് മാസ്റ്റർ ഇല്ലല്ലോ. അടുത്ത TP അബൂബക്കർ നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. ഒരാശംസ മാത്രം. അസ്സലാമു അലൈക്കും. തരിയേരി SKSSF SOS സംയുക്തമായി നടക്കുന്ന ഈ നിശ ക്യാമ്പിലേക്ക് പങ്കെടുത്തിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നാട്ടുകാർക്കും സഹപ്രവർത്തകർക്കും അസ്സലാമു അലൈക്കും. ഈ പരിപാടി വേണ്ടിയുള്ള ഒരു ആശംസ എന്നുകൊണ്ട് ഞാൻ വിടുവാങ്ങുന്നു. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ അബ്ദുൽ സമദ് ക്ഷണിക്കുകയാണ്. അതിനുശേഷം അടുത്ത സെഷൻ ആരംഭിക്കും. അതിനുള്ള ആൾക്കാരൊക്കെ വേദിയിലേക്ക് വന്നിരിക്കണം എന്നറിയിക്കുക. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അബ്ദുൽ ഗഫൂർ ഫൈസി ഉസ്താദ് അവർക്കും നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തു തന്ന മുഹമ്മദ് അലി മാസ്റ്റർ അവർക്കും വേണ്ടി നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും എൻ്റെ പേരിലും സംഘടനയുടെ പേരിലും നന്ദി അർപ്പിച്ചു. അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, ഇനി അടുത്ത സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ അടുത്ത സെഷൻ ആത്മീയത സദസ്സ്. ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിലെ പ്രതിയാപ്പിടെയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടുകാരനായി ഇവിടെ താമസമാക്കി അതുപോലെ മുമ്പേ വേദികളിലൊക്കെ നന്നായി വയലു പറയുന്ന നമ്മുടെ അടുത്ത പ്രദേശത്തുകാരനും അതുപോലെ എല്ലാ കാലവും നമുക്ക് അറിയപ്പെടുന്നവരുമായ ബഹുമാനപ്പെട്ട സിദ്ദീഖ് ദാരിമി അവർകളാണ് വിഷയാവതരണം നടത്തുന്നത്. അതിന്റെ ആ സെഷനിലേക്കുള്ള മുഴുവൻ ആളുകളെയും സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുർഷിദ് ദാരിമി, ജവാദ് വാഫി, അതുപോലെ തന്നെ ഇലർ മാസ്റ്റർ, AK മൂസ, ഹസീബ് ഉദവി, മുബഷിർ ദാരിമി ഒക്കെ സ്റ്റേജിലേക്ക് വരണം. നമ്മൾ സ്റ്റേജ് മാറിക്കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നാം എല്ലാവരും സംഗമിച്ചിരിക്കുന്നത്. കൂടുതൽ ആശംസാ പ്രസംഗം നടത്തി സമയ ദൈർഘ്യത്തെ കൂടുതൽ ദീർഘിപ്പിക്കുകയല്ല. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷകരമായി നമ്മൾ ഒന്നാമത്തെ സെഷൻ ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സെഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മുടെ ഒന്നാമത്തെ സെഷൻ
സംഘടനയെക്കുറിച്ചുള്ള വളരെ ആവേശകരമായ ഒരുപാട് ഉത്തേജനങ്ങൾ നൽകുന്ന ക്ലാസ്സാണ് ബഹുമാനപ്പെട്ട ശ്രീ മുഹമ്മദ് മാസ്റ്റർ നമുക്ക് നടത്തി തന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ മേഖലയിലേക്ക് ഉൾക്കാഴ്ചകളും പുതിയ അറിവുകളൊക്കെ സമ്മാനിക്കുന്ന ബഹുമാനപ്പെട്ട സിദ്ദീഖ് ദാരിമി നൽകുന്ന ഒരു ക്ലാസ് കൂടി നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഓരോ അമ്പിയാവിനും ഓരോ നബിമാർക്കും പ്രത്യേകം പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിൽ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയായിട്ട് ഖുർആൻ പ്രത്യേകം പറയുന്നത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നുള്ള പ്രാർത്ഥനയാണ്. രണ്ട് ലോകത്തും നമുക്ക് നന്മകൾ വേണം. ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും വേണം. ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും വേണം. അപ്പോൾ SKSകാർ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന കൂടിയാണ് ഈ പ്രാർത്ഥന. നമുക്ക് ഭൗതിക മേഖലയിലൊക്കെ അത്യുന്നതകൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ആത്മീയ മേഖലയിൽ നല്ല രീതിയിൽ നമുക്ക് നല്ല കൊയ്ത്ത് നമുക്ക് നടത്താനുണ്ട്. അതിന്റെ ഒരുപാട് SKSന്റെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് ആ രീതിയിൽ തന്നെ നമ്മുടെ നേതാക്കന്മാരൊക്കെ എല്ലാം സംവിധാനിച്ചിരിക്കുന്നത്. ഞാൻ കൂടുതൽ നീട്ടുകയല്ല. മനഃശാസ്ത്രപരമായ ക്ലാസ് ലഭിച്ചു. ഇനി നമുക്ക് ആത്മീയതയിലേക്കുള്ള ക്ലാസ് നമ്മൾ പോകുന്നതിന് മുമ്പ് അടുത്തിടെ വായിക്കാനിടയ ഒരു സംഭവം, ഒരു പുതിയൊരു അറിവ് എന്ന് പറയുന്നത് മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഒരു മനുഷ്യരെ വിവിധ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഇനിയഗ്രാം എന്ന് പറഞ്ഞ് മനുഷ്യനെ തരംതിരിക്കുന്ന മേഖലയിൽ അതിന്റെ സോഴ്സ്, അതിന്റെ ബേസ് അന്വേഷിച്ചെത്തിയ മനഃശാസ്ത്രജ്ഞന്മാർ എത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലുള്ള പാമേർ മരുഭൂമിയിൽ ഉണ്ടായിരുന്ന റിഫായി തരീക്കത്തിലേക്കാണ്. ഒരു മനഃശാസ്ത്രവും തരീക്കത്തും തമ്മിൽ ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുക എന്നത് വലിയൊരു ചർച്ചയാണ്. അപ്പോൾ പാമേർ മരുഭൂമിയിലുള്ള റിഫാഹി ഷെയ്ഖിന്റെ ആ തരീക്കത്തിലുള്ള അവിടുത്തെ ഷെയ്ഖിന്റെ ഡിസിപ്പിളായ അവരുടെ മുരീദിൻ ഓസ്കാരിസോ എന്ന് പറയുന്ന അദ്ദേഹം ഇവിടുന്ന് പഠിക്കുകയും പിന്നെ അവിടെ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ പോയി, അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ പോയി അവിടെ അരീക്ക അക്കാദമി സ്ഥാപിച്ച് പുതിയൊരു മേഖല തുടങ്ങുകയാണ്. അപ്പോ മനഃശാസ്ത്ര രീതിയിൽ തുടങ്ങി അവസാനം ആത്മീയ രംഗത്തേക്ക് പോകുന്ന ഒരു വലിയൊരു ക്ലാസ്, നമ്മൾ ഒരു സെഷൻ, ഒരു ക്യാമ്പ് അങ്ങനെ സംവിധാനിച്ചപ്പോ ഈ ഒരു സംഭവത്തിന് വലിയൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുക. അപ്പോ അൽഹംദുലില്ലാഹ് നമ്മുടെ SKSF നമ്മുടെ ഈ കൊച്ചു തരിയേരിയിൽ ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ പറ്റി. ഏതായാലും ആ ഒരു രീതിയിൽ നമ്മുടെ ഈ ആത്മീയ സെഷൻ കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. എല്ലാവരും ആത്മീയതയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു കാലം കൂടിയാണ് നമ്മളുള്ളത്. അമൃതാമ്മയെ തേടിയിട്ട് യൂറോപ്യൻ നാടുകൾ ഒരുപാട് പേര് കേരളത്തിലേക്ക് വരുന്നത് ആത്മീയത തേടിയിട്ടാണ്. അമേരിക്കയിൽ ഒരുപാട് പേര് ഇസ്ലാം സ്വീകരിക്കുന്നത് ആത്മീയത തേടിയിട്ടാണ്. അപ്പോ തീർച്ചയായും നമ്മൾ ഒറ്റപ്പെടലിനെ നമ്മൾ അന്യമായി പോവുകയാണ്. മുഴുവൻ സമയത്തും നമ്മൾ ലൈവ് വാട്സപ്പുകളും ഫേസ്ബുക്കിലും. അപ്പോ നമ്മളെ കുറിച്ച് അല്ലെ സ്വത്വബോധമാണല്ലോ ആത്മീയത നമുക്ക് നൽകുന്നത്. അപ്പൊ ആ ഒരു വലിയൊരു പ്രചോദനം കൂടി അൽഹംദുലില്ലാഹ് നമുക്ക് ഈ ക്ലാസ്സിൽ ലഭിക്കണം. കൂടുതൽ നീട്ടുകയല്ല. ഈ സംഗമത്തിന് ആധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ സുഹൃത്തും നമ്മുടെ SKSFന്റെ കർമ്മപ്രവർത്തകരുമായ SV ജവാദ് വാഫി ഈ വിഷയത്തിൽ പഠനാർഹമായ ക്ലാസ് നമുക്ക് നൽകുന്ന വളരെ കടപ്പാടുകൾ നിറഞ്ഞ സിദ്ദീഖ് ദാരിമി പടന്നോട്ട്, അതേപോലെ ഈ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന TP ഹിലർ മാസ്റ്റർ, AK മൂസ സാഹിബ്, TP ഹസീബ് ഉദവിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിനും, അതേപോലെ ഈ സംഗമത്തിൽ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ഹൃദ്യമായ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിന് വേണ്ടി ജവാദ് വാഫിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. കൂടുതൽ സംസാരിച്ച് നിർത്തുന്നില്ല. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇവിടെ ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി ഫീൽ ചെയ്യാണ്. ഇവിടെ വന്ന് ഏകദേശം പരിപാടി തുടങ്ങേണ്ട സമയത്തിൽ തുടങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ വന്നപ്പോൾ വല്ലാത്തൊരു ഒരവസ്ഥയാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ് രണ്ടാമത് ഈ ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും എല്ലാ അർത്ഥത്തിലും പല ആളുകളും ഇവിടെ സംസാരത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഭൗതികമായും ആത്മീയമായും എല്ലാ അർത്ഥത്തിലും നമുക്ക് ഉയരാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള റിസോഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്താതെ പോവുക എന്നുള്ളത് ഈ നമ്മുടെ നാട്ടിന് തന്നെ വലിയൊരു നഷ്ടമായി തീരും. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു പുതിയൊരു മാറ്റത്തിനുള്ള ഒരു തുടക്കം ആവണം നമ്മുടെ ഈ ഉണർവ്. ഈ പരിപാടിയുടെ ഇതുവരെയുള്ള നീക്കുപോക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പ്രതീക്ഷയാണ് ഈ പരിപാടി നമുക്ക് നൽകുന്നത്. ഈ ഒരു വളരെ നല്ലൊരു ഭംഗിയായ ഒരു സെഷൻ നേരത്തെ കഴിഞ്ഞു. ഇനി ഈ ആത്മീയ സദസ്സിൽ എന്തുകൊണ്ടും നമുക്ക് ഈ അടുത്തിനി ചെയ്യാനുള്ള ആ ഒരു സെഷൻ സംഘടനാ ചർച്ചയിൽ ഒന്നുകൂടെ കാര്യക്ഷമമായിട്ട്
എല്ലാവരും ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിലേക്ക് ഒന്നുകൂടെ സജീവമായിട്ട് എല്ലാവരെയും സജീവമാവാൻ അനുകൂലമാവുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആവട്ടെ ഇനി നമുക്ക് സിദ്ദീഖ് ഉസ്താദിന്റെ സംസാരം എന്ന് ആശംസിക്കുകയാണ്. ഏതായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. സിദ്ദീഖ് ഉസ്താദിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ വേദിയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് AK മൂസ സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, സദസ്സിലിരിക്കുന്നവര്, ഞാൻ ഒരു 2 മാസം മുന്നേ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരു കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. കാരണം നമ്മുടെ സംഘടന വളരെ പിന്നോട്ടാണെന്ന് തുടക്കം കുറിച്ച് നമ്മൾ റാഷിദ് SB ആണ്. അപ്പോൾ അതിൽ ഞാനൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് അഫീൽ, കരിമി, പിന്നെ ഇങ്ങനെ പല ആൾക്കാരുണ്ടായിരുന്നു. അത് പ്രതികരിച്ച് അൽഹംദുലില്ലാ അതിനുശേഷം ഒരു യോഗം തീർന്നില്ല. അടുത്ത ഉണർവ് 2017. ഞാൻ SKSF കാരനല്ലെങ്കിലും കാരണം അതിന് പ്രായപരിധിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ സംഘടനയിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉണർവ് 2017 എന്നും ഉണർന്നിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ ആശംസകൾ നേർന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ സംഗമത്തിന് ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി ഹിലർ മാസ്റ്ററെ സാദരം ക്ഷണിച്ചോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, SOSന്റെയും SKSFന്റെയും കർമ്മധീരനായ പ്രവർത്തകരെ, നല്ല ഒരു പേമാരി ഇവിടെ പെയ്തു കഴിഞ്ഞു. അത് ഞാൻ ഓൺലൈനിൽ, അതായത് ലൈവായിട്ട് കണ്ടുകൊണ്ടാണ് കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ വളരെ നല്ല നിലയിൽ തന്നെ കാര്യക്ഷമമായി തന്നെ ഇതിന്റെ നമ്മൾ ഈ സംഗമം നിസ്സാരമല്ല എന്നതാണ് ഞാൻ അതിനെ സൂചിപ്പിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര ലോകത്തിന്റെ വിവിധ മുക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ ഈ ഒരുമിച്ച് കൂട്ടം പല കോണുകളിൽ നിന്നും ആൾക്കാർ കാണുന്നുണ്ട്. അത്രയേറെ ഗൗരവമേറിയ ഒരു വേദിയിലാണ് നാം ഏവരും ഒരുമിച്ചിരിക്കുന്നത്. അതിന്റെ ഗൗരവമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പം ആ നിലക്കുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഞാൻ ഏകദേശം പുറവൂർ വരെ കൃത്യമായിട്ട് കേട്ടിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ നാടിന്റെ പ്രശ്നം കൊണ്ട് എന്തോ അറിയില്ല, റേഞ്ചിന്റെ ഒരു പ്രശ്നം കൊണ്ട് പിന്നെ ഇങ്ങോട്ട് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ബാക്കി കുറച്ച് ഇങ്ങോട്ട് ഏകദേശം ഇവിടെ എത്തി കിട്ടുകയും ചെയ്തു. അതെ, അതുകൊണ്ടായിരിക്കും കിട്ടിയില്ല. ഏതായാലും ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നിരുന്നു. പിന്നെ അതൊരു നഷ്ടമായിട്ട് കാണുകയും ചെയ്യുന്നു. ഏതായാലും നല്ലൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ നടന്നു കഴിഞ്ഞത്. ആ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ പോയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ മാറ്റി പറഞ്ഞ് നമ്മളും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു, നമുക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന നിലക്ക് മുന്നോട്ട് നീങ്ങുവാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആത്മീയ സദസ്സിന് നേതൃത്വം നൽകി സംസാരിക്കാൻ വേണ്ടി ഉസ്താദ് അവർകളെ സാദരം സവനയം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അമ്മാ ബഅദ്. قال الله سبحانه وتعالى بسم الله الرحمن الرحيم قد أفلح من تزكى صدق الله مولانا. ബഹുമാനപ്പെട്ട SV മുഹമ്മദ് അലി മാസ്റ്റർ, അതേപോലെ മഹത്തായ യോഗത്തിന്റെ അധ്യക്ഷൻ, സഹപ്രവർത്തകരെ, പരിശുദ്ധമായ ഷാബാനിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് സംഭവിച്ചു പോയ അബദ്ധങ്ങളെല്ലാം അള്ളാഹു ഈ മജ്ലിസിൽ വളരെ സ്നേഹത്തോടെ അവന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി കർമ്മങ്ങളും അള്ളാഹു തആല നമുക്ക് ഒരുക്കി തരട്ടെ. അതിന്റെ ഇടയിൽ വരുന്ന എല്ലാ തടസ്സങ്ങളും ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ ചിന്തിച്ചു, ഇതൊക്കെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കില്ല. എൻ്റെ പേര് അടിസ്ഥലമത്താക്കിയാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്.
അള്ളാഹു ഹൈറ. ആദ്യമായിട്ട് എൻ്റെ നഫ്സിനോട് നിങ്ങളോട് പറയാനുള്ളത്, ക്ലാസ് എല്ലാം കേട്ടിട്ട് ഈ മുഖത്തേക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. നമ്മൾ അന്യ നാട്ടിൽ നിന്ന് വന്നൊരു മനുഷ്യരാണ്, അത് നടക്കില്ല. നാട്ടുകാരായ നിങ്ങൾ എന്തിനിറങ്ങുമ്പോൾ സഹകരണം ഉണ്ടാവും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തകളുടെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു മാറ്റം, വലിയൊരു ചലനം കൊണ്ടുണ്ടാകണം. അള്ളാഹു ആ നിലക്ക് എസ് മുഹമ്മദ് മാസ്റ്ററുടെ ആ ക്ലാസ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയിട്ട് തൗഫീഖ് അള്ളാഹു നമുക്ക് കാട്ടെ. സമയം. 2 അൽ അഅ്മാലു സ്വാലിഹ. ഒരാൾക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ സൂറത്തു യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹി വമൻ യഫഅലു വഅൻഫിഖു. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്, അത് പൈസ മാത്രമൊന്നുമല്ല, സമയം, എന്തൊക്കെ റബ്ബ് നമുക്ക് തന്നതിന് ചെലവാക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സമയം എന്ന് പറയുന്നത്. സമയം എന്ന് പറഞ്ഞാൽ എന്താ? തീർന്നു, ഇത് അത് അവസാനിച്ച കഴിഞ്ഞു. ഈ വെച്ചാൽ അള്ളാഹു അത് ഊരിക്കഴിഞ്ഞാൽ വിഷയം അവസാനിക്കാം. അത്രേ ഉള്ളൂ. ഇത് കൂടുതൽ തെളിവൊന്നും ഈ ഒരാൾ മരിച്ചു കിട്ടുക തന്നെ വയസ്സന്മാരാ മരിക്കല് എന്ന് ഇന്നത്തെ ഒക്കെ പാഠമാകുന്ന നിലക്കര പ്രധാനം. ഒരൊറ്റ സമയവും പോകണം. അതിന് സംഘടനാ പ്രവർത്തകൻ അതിൽ ബാധ്യസ്ഥനാണ്, സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ എന്താ? ആ സമയം നിങ്ങൾ ചെലവ് ചെയ്യണം. എന്തിനു വേണ്ടി ആ സമയം ചെലവാക്കേണ്ടത്? SKSSF എന്ന് പറയുന്നത് വിജ്ഞാനം, വിനയം, സേവനം. ഇത് 3 നമ്മുടെ അജണ്ട. ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് അള്ളാഹു തന്നത് റബ്ബിന് വേണ്ടി ചെലവാക്കണം. അള്ളാഹു തന്ന നിഅമത്തുകളുടെ കൂട്ടത്തിൽ വില മതിക്കാൻ പറ്റും അത്രയും മൂല്യമുള്ള ഒരു സാധനം അതേതാണ്? സമയം. ആ സമയം എന്തിനൊക്കെയോ വേണ്ടി. പക്ഷെ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ചെലവാക്കാൻ പറ്റിയത് സമയം ഇൽമിനാണ്. എന്തിനാണ്? നമുക്ക് വേണ്ടി ആദ്യം തെരഞ്ഞെടുത്തത് ഏതാണ്? വിജ്ഞാനം, ഇൽമിനാണ്. നിങ്ങളുടെ ഒരു ഹദീസ് കേട്ടാൽ സാധാരണക്കാരൻ നമ്മളെ തല്ലും. എന്താ റസൂൽ പറയാ? മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ആരാ? മനുഷ്യൻ എന്ന് പറയുന്നത് റസൂൽ പരിചയം. മറ്റുള്ളവരൊന്നും ഒരു ഹൈറില്ല. അപ്പൊ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇൽമുള്ള ആലിം, അല്ലെങ്കിൽ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിം. അപ്പൊ ഇൽമിന് വേണ്ടി ചെലവാക്കണം. ഏത്? നമ്മുടെ ടൈം ചെലവാക്കേണ്ടത്. അതുകൊണ്ടാണ് സമസ്തയുടെ അതിന്റെ തെളിവാണ് മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. ഒരു ആലിമ് മരിച്ചാൽ ലോകത്തിന്റെ മരണം. ഒരു സാധാരണക്കാരനോ പണക്കാരനോ മരിച്ചാലോ കരയുന്നു, മലായിക്കത്തുകൾ കരയുന്നു. ആലിമ് മരിച്ചാൽ, പണക്കാരൻ മരിച്ചാൽ ആ കരച്ചിലുണ്ടാവില്ല. എന്തുകൊണ്ട്? പണക്കാരൻ അവൻ മരിച്ചാലും ബാക്കിയുണ്ട്. 3 കഷ്ണം തുണിയിൽ അവന്റെ ബോഡി പോന്നേ ഉള്ളൂ. എന്നാൽ ആലിമിന്റെ മരണം ലോകത്തിന്റെ മരണമാകുന്നത് ആലിമിന്റെ ശരീരം അടക്കം ചെയ്യപ്പെടുമ്പോൾ എന്തും അടക്കം ചെയ്യപ്പെട്ടു? ഇൽമും അടക്കം ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് മൗത്തുൽ ആലം എന്ന് പറയുന്നത്. ഇബാദത്തൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ കാണണ്ട. അത് അള്ളാഹുവിന്റെ സൃഷ്ടികളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇബാദത്ത് ചെയ്യുന്നുണ്ട്. വൃക്ഷങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കോഴി ഇബാദത്ത് ചെയ്യുന്നുണ്ട്. എല്ലാ അള്ളാഹുവിന്റെ സൃഷ്ടികളും ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തരാകുന്നത് മനുഷ്യൻ ഒറ്റ പോയിന്റിലാണ്. എന്താണ്? ഇൽമ് പഠിക്കുന്നു, ആലിമാകുന്നു എന്നുള്ളത്. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് തന്ന ടൈം പഠിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. SKSSFകാരൻ ഏറ്റവും ശ്രദ്ധ പതിപ്പിക്കേണ്ടത് വിജ്ഞാനത്തിലാണ്. ഞാൻ സത്യത്തിൽ സന്തോഷിക്കുകയാണ് ഈ നമ്മുടെ നാട്ടിൽ ഇപ്പം യുവ പണ്ഡിതരായി ഇറങ്ങി അസൂയ തോന്നാം. കാരണം നമുക്കൊന്നും ഇങ്ങനെ പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല, സാഹചര്യം ചെയ്തിട്ടില്ല. മോനെ നീ ഒന്ന് പഠിച്ചോ എന്ന് പറയാൻ നമ്മളെ ആ ബഹറി പഠിക്കാനും അതിൽ മുക്കിയെടുക്കാനുണ്ട്. പെട്ടെന്ന് ഒന്നാമത്തത് അള്ളാഹു തആല നമുക്ക് തന്ന സമയം പ്രധാനപ്പെട്ടത് ഇൽമിന് വേണ്ടിയാകണം. അള്ളാഹു ആ നിലക്ക് ഉപയോഗപ്പെടുത്താൻ തൗഫീഖ്. ഞാൻ കാമണിക്കൂർ കൊണ്ട് നിർത്തും. എന്റെ ഏറ്റവും വലിയ മർമ്മപ്രധാനം ഈ ക്ലാസ് അല്ല ഞാൻ കാണുന്നത്. സംഘടന ചർച്ച നടക്കണം. നേരത്തെ SP പ്രയം വരച്ച് അത് വരച്ച് ചിത്രത്തിൽ വെച്ചിട്ട് ഒട്ടിച്ചാ പോരാ. അത് പണിയെടുക്കുന്ന രീതിയിൽ പണിയെടുക്കാത്തവനെ
അത് ശ്രദ്ധിക്കാൻ വേണ്ടി മറ്റൊരു ടീം, അങ്ങനെ പിന്നാലെ ചർച്ചയിലേക്ക് ഞാൻ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അപ്പൊ രണ്ടാമത്തത് അള്ളാഹു ചെയ്ത നിഅമത്ത് നമ്മുടെ ശരീരമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ശരീരമാണ്. ഇന്നലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയി. ചെറുപ്പക്കാരനാണ്, അനക്കമില്ല, ആട്ടമില്ല, കണ്ണ് തുറന്നിട്ട് മേൽപോട്ട് നോക്കുക, 40 വയസ്സിന്റെ താഴെ മാത്രം. നമ്മളെപ്പോലെ ഓടിയതാണ്, ഒരാഴ്ച ആയിട്ടുള്ളൂ കിടന്നിട്ട്, ഒരൊറ്റ ആഴ്ച. നിങ്ങൾ നോക്ക്, നമ്മുടെ അൽത്താഫ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആ പൊന്നുമോൻ നമ്മളെ പോലെ നടന്നതല്ലേ, അള്ളാഹുവിന്റെ പരീക്ഷണം പെട്ടെന്ന് വന്നു. ഇതെന്തുകൊണ്ട് നമുക്ക് വന്നുകൂടാ? ഇതെന്തുകൊണ്ട് നമുക്ക് സംഭവിച്ചുകൂടാ? അപ്പൊ അള്ളാഹു ആ ശരീരത്തിൽ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ തൊണ്ട. ഞാൻ എൻ്റെ അനുജന് ക്യാൻസർ ആയ സമയത്ത് അള്ളാഹു അവന്റെ ഖബറുടെ സ്വർഗ്ഗം കൊടുക്കട്ടെ, മണിപ്പാൽ ഹോസ്പിറ്റലിൽ 3 വർഷം ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അനവധി ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഡോക്ടർമാർ പറയുന്നുണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാ അത് ചവക്കലോടുകൂടി ഏത് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വന്നാലും അത് മുഴുവനും വറ്റി വരലും ഭക്ഷണം അങ്ങനെ പോകുക. അപ്പം ഏത് ക്യാൻസർ രോഗിയാകട്ടെ, കൈക്ക് ക്യാൻസർ വന്നവനും അപ്പൊ അല്ലാഹു തആല തന്ന ശരീരത്തിന്റെ ഓരോ അവയവം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ശുക്ർ. നബി സല്ലല്ലാഹു തസവ്വുഫിന്റെ ഉലമാക്കൾ പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ട് അവസാനം ഇടക്കിടക്ക് എന്ന് പറയണം, അത് തസവ്വുഫിന്റെ ഉലമാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്, ഉണ്ടാവില്ല. അപ്പം ഭക്ഷണത്തിന്റെ അവസ്ഥ അങ്ങനെ. ഇനി പോട്ട് നമ്മുടെ ആമാശ സത്യത്തിൽ വന്നിട്ടില്ല, അതിങ്ങനെ ചവച്ചു പോയി, പേസ്റ്റ് പോകുമ്പോൾ സാധനം പോയി. ഈ കാണുന്ന പല്ല് കൊണ്ട് അരച്ചിട്ട് രാവിലെ ആകുമ്പോഴേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, ഹൃദയമാണ്. അത് നന്നായാൽ ശരീരം മുഴുവനും ഹൃദയമാണ്. ഇവിടെയാണ് ഹൃദയം നന്നാക്കാനാണ് മുറബ്ബിയായ ശൈഖിന്റെ ആവശ്യം. പറഞ്ഞിട്ട് ഒരു മുറബ്ബിയായ ശൈഖ് ആദ്യം അത് എഴുതി വെക്കുക, നല്ല വസ്ത്രമില്ല, സത്യം അംഗീകരിക്കാതിരിക്കുക, ജനങ്ങളൊന്നിച്ച് വെട്ടിമറിക്കുക. ഇവിടെയാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ആരാണ്? മക്കൾക്കൊക്കെ അടിമകളാണ്, വെള്ളം കൊണ്ട് എത്തിക്കുക. പെട്ടെന്ന് ഒരു രാവിലെ ഉമർ റളിയല്ലാഹു ചുമലിലേക്ക് വെച്ചതല്ല. അപ്പൊ ഉമർ റളിയല്ലാഹു പറഞ്ഞ എന്റെ അടുത്ത് വിദേശ രാജ്യത്ത് നിന്ന് അവരെന്നെ കണ്ട ഉടനെ കൈ ഇല്ലാതാന്നുള്ളൊരു തോന്നല്, കൈകൂപ്പിക്കുമ്പോ നമുക്കും അങ്ങനെ തോന്നിന്റെ മരുന്നാണ്, അത് തുടച്ചു നീക്കാനുള്ള പണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, എടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ രക്ഷപ്പെട്ടു. അപ്പൊ ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ്. ശരീരത്തിന്റെ ഈ കാണുന്ന അവയവങ്ങൾക്കൊപ്പം നമ്മുടെ ശരീരത്തിന്റെ ഹൃദയവും നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ നമ്മൾ എത്തിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യൻ തെറ്റി, മനുഷ്യൻ സാഹചര്യത്തിന്റെ അനുസരിച്ച് പൊട്ടി വീണു പോകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറയുന്നു, ലിതത്ഹീരിൽ ബദൻ, ശരീരം ഷാബാൻ ആകുമ്പോഴേക്ക് ആ ഒരു മാസത്തെ പ്രാക്ടീസ്. ഇനി ഷാബാനായി കഴിഞ്ഞാൽ ലിതത്ഹീർ, ഹൃദയത്തെ ശുദ്ധിയാക്കാനാ ഷാബാൻ. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് റമദാനെ ശുദ്ധീകരിക്കാൻ. ഇങ്ങനെ യിലേക്ക് സ്വർഗീയ ഔറുല്യങ്ങളെ സൂക്ഷിക്കുന്ന രണ്ടാമത്തത് ശരീരമാണ്. മിമ്മാ റസഖകുമുല്ലാഹ്, നിങ്ങൾ എന്താക്കണം? ചെലവ് ചെയ്യണം. മൂന്നാമത്തത് അൽ അഅമാലു സ്വാലിഹ, ഒരു മനുഷ്യൻ ദുനിയാവിൽ നിന്ന് ആഖിറ സ്വാലിഹായ അമൽ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് ഒഴികെ ഈ സൽക്കർമ്മങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു കിബിർ പറ്റൂല. പിന്നെന്താ വേണ്ടത്? നമ്മുടെ ഉലമാക്കൾ നമുക്ക് തന്നതെന്താ? ചെറിയ വിദ്യാർത്ഥികൾ എക്സ്കേസ് കോഴിക്കുഞ്ഞിനെ തള്ളക്കോഴി വളർത്തും പോലെ സുന്നത്തെ അമ്മായത്തിന്റെ മക്കളെ സമസ്തയുടെ ഉലമാക്കൾ പഠിപ്പിച്ചു. വിജ്ഞാനം പഠിക്കുമ്പോൾ വരിക ഏതില്? ആലിമീങ്ങളടച്ച് മഹാന്മാര് പഠിപ്പിച്ചു. വിജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഹസദ് ഉണ്ടാകരുത്, കിബിർ ഉണ്ടാകരുത്, ഒന്നുണ്ട്. പിന്നെന്ത് വേണം? ആ വിനയം ഉണ്ടാക്കാൻ തുടങ്ങും, ഉയർത്താൻ തുടങ്ങും. എനിക്ക് നഷ്ടപ്പെട്ടത് അതാണ്. നമുക്ക് ഇനിയും കഴിഞ്ഞു പോയ അബദ്ധങ്ങൾ അള്ളാഹു നമുക്ക് വിനയം. മരിക്കുന്നതിന് മുമ്പേ നമ്മൾ ഉണ്ടാക്കണം. എന്താ കാരണം? റസൂലുള്ള പറഞ്ഞ ഒരു മയ്യത്ത് കൊണ്ടുപോവുകയാണ്, സാധനങ്ങൾ പോകുന്നുണ്ട്. 1 അവന്റെ അഹ്ല്, 2 അവന്റെ മാല്, 3 അൽ അഅമാലു. ഏതൊക്കെ തിരിച്ചു വരല്? മാലും തിരിച്ചു വരും, അഹ്ലും തിരിച്ചു വരും. അൽ അഅമാലു സ്വാലിഹ അവന്റെ കഫം പൊടിയിൽ ഉണ്ടാവും. അതുകൊണ്ട് അഅമാലു സ്വാലിഹ ഉണ്ടാക്കുക.
അതിലേറ്റവും പരമപ്രധാനപ്പെട്ടതാണ് സേവനം ചെയ്യാന്നുള്ളത്. സേവനം ചെയ്യാന്നുള്ളത്. വേല എന്നൊരർത്ഥം കൊണ്ട് വേല ചെയ്യാ. വേല ചെയ്യാന്ന് പറഞ്ഞാൽ സാധുക്കളായ സ്ത്രീകളൊക്കെ പോയിട്ട് വേല ചെയ്യല്ലേ? ഈ വേല നമ്മൾ എടുക്കണം. അപ്പൊ കിബിറ് പോകും. സയ്യിദുൽ ഖൗമി അങ്ങനല്ലേ? ഒരു ഖൗമിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ സേവനം വളരെ പ്രധാനപ്പെട്ട സേവനം. മാതാപിതാക്കളുള്ള സേവനം ഒന്ന് വേറെ, അയൽവാസികളോട് വേറെ, കുടുംബത്തോട് വേറെ, നാട്ടുകാർ സേവനമായാലും അത് ഏറ്റെടുക്കാൻ നമുക്ക് എന്താണ് കഴിയണം. അതേ കഴിയണം. ഇപ്പൊ സത്യം പറഞ്ഞാൽ ചില നാടുകളിൽ സമസ്തയുടെ എതിരാളികൾ ആരൊക്കെയോ പിരിപ്പിച്ച് വീടുണ്ടാക്കും. അവസാനം അവിടെ ബാക്കി എന്താണ്? പുറത്തൊരു ഇരിക്കേണ്ട ഷെഡ് കെട്ടലാണ്. അത് പോയിട്ട് അവരേറ്റെടുക്കുക. എന്നിട്ട് മൊത്തം അഡ്രസ്സിൽ നമ്മൾ ഉണ്ടാക്കണം. പക്ഷെ